ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരിക്കുന്നു. അവർ ജനനം മുതൽ പോഴ്ചു പറഞ്ഞു തെറ്റി നടക്കുന്നു. അവരുടെ വിഷം സർപ്പവിഷം പോലെ, അവർ ചെവി അടഞ്ഞ പൊട്ടയണലി പോലെയാകുന്നു. സങ്കീർത്തനങ്ങൾ 58:3-4 വാക്യങ്ങൾ. മാനവകുലത്തിന്റെ പാപമോചനത്തിനു വേണ്ടി മരക്കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് 3 ദിവസം കഴിഞ്ഞ് മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് പരമരക്ഷകനായി പാരിടത്തിൽ വാഴുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. അറേബ്യൻ ജിഹാദിയെ എക്സ്പോസ് ചെയ്തുകൊണ്ടുള്ള ഞങ്ങളുടെ വീഡിയോ പരമ്പരയിലെ 2ാമത്തെ വീഡിയോ ആണിത്. ഈ പരമ്പരയിലെ 1ാമത്തെ വീഡിയോ കാണാതെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ 2ാമത്തെ ഈ വീഡിയോ കാണേണ്ടതാണ്. അല്ലെങ്കിൽ അതിന്റെ ഒരു തുടർച്ച നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പലതും എന്തുദ്ദേശത്തിലാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായെന്നും വരില്ല. അതുകൊണ്ടാണ് 1ാമത്തെ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ പറയുന്നത്. അറേബ്യൻ ജിഹാദിക്കെതിരെയുള്ള ഞങ്ങളുടെ 1ാമത്തെ വീഡിയോ വന്നതിന് ശേഷം ഞങ്ങൾ മനഃപൂർവ്വം ഈ 2ാമത്തെ വീഡിയോ താമസിപ്പിച്ചതാണ്. എന്താണ് പ്രതികരണം, അറേബ്യൻ ജിഹാദി ഇതിനെതിരെ എന്താണ് പറയുന്നതെന്ന് കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് അതിനുള്ള പ്രതികരണം കിട്ടുകയും ചെയ്തു. ഇപ്പോൾ ഒരു 4-5 വീഡിയോ ആണ്. ആദ്യം ഒരു വീഡിയോ ഇറക്കി, പിന്നെ ചറപറന്ന് പറഞ്ഞൊരു എന്താണ് റിലേ പോയ അവസ്ഥയുണ്ടല്ലോ. മനുഷ്യനൊക്കെ റിലേ പോയി കഴിഞ്ഞാൽ അന്തം വിട്ട പ്രതി എന്തും ചെയ്യുന്ന നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ അന്തം വിട്ട പ്രതിയുടെ ആ ഒരു രീതിയിലാണ് പുള്ളി. ആദ്യം തന്നെ ഒരു വീഡിയോ ഇറക്കി, പിന്നെ അത് കഴിഞ്ഞ് ചറപറാന്ന് കുറേ എണ്ണം. എന്തിനാ? വെറുതെ ചീത്തവിളി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വ്യക്തിഹത്യ, ആക്ഷേപം, അതല്ലാതെ അറേബ്യൻ ജിഹാദി ഞാൻ പറഞ്ഞ വസ്തുതകൾക്കൊന്നിനും ഒരു ഖണ്ഡനവും അതിൽ നൽകിയിട്ടൊന്നുമില്ല. മാത്രമല്ല അതിന്റെ കമന്റ് ബോക്സ് വായിക്കണം, അതാണ് രസം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ദിവസങ്ങളിൽ വേറെ പല വീഡിയോകളും തയ്യാറാക്കാനുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള റിസർച്ച് പലതൊക്കെ ആയിട്ട് തല പെരുക്കുന്ന ഒരു സ്ഥിതിയിലൊക്കെ ആയിപ്പോയി. സത്യം പറഞ്ഞാൽ പല സമ്മർദ്ദങ്ങളൊക്കെ ആയിരുന്നു. അതിനുള്ള അല്പം റിലാക്സ് ഒക്കെ കിട്ടിയത് ഈ അറേബ്യൻ ജിഹാദിയുടെ വീഡിയോയുടെ താഴെ പോയിട്ട് കമന്റ്സ് വായിക്കുമ്പോഴാണ്. എന്ത് രസമാണെന്നറിയാം, കോമഡി, ചിരിച്ചു വീഴും നമ്മള്. നിങ്ങൾ ഈ കഴുതക്കാമം കരഞ്ഞു തീർക്കാന്ന് കേട്ടിട്ടുണ്ടോ? ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലാണ്. പക്ഷെ അത് കണ്ടിട്ടില്ലല്ലോ. അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറേബ്യൻ ജിഹാദിന്റെ വീഡിയോയുടെ താഴെ പോയിട്ട് കമന്റ്സ് വായിച്ചാൽ മതി. അനിൽകുമാറിനോടുള്ള കലിപ്പ് മുഴുവൻ അവിടെ ആ കമന്റിൽ അങ്ങ് തീർക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ, എന്തൊക്കെയാണ് പറയുന്നത്. കോമഡി, ചിരിച്ചിരിച്ച് വീഴും നമ്മള്. നിങ്ങളൊക്കെ അത് വായിച്ചു നോക്കണം, രസമാണ്, നല്ല കോമഡിയാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും ഒക്കെ വെട്ടി കണ്ടം തുണ്ടമാക്കി ഏതെങ്കിലും ഒരു കുളത്തിലിട്ടെന്ന് വെച്ചോ, എന്റെ രക്തം അവിടെ ആ വെള്ളമായിട്ട് കലങ്ങി ഇതായിട്ട് രക്തമൊക്കെ കലർന്നിരിക്കുന്ന ആ വെള്ളം, അങ്ങനത്തെ ഒരു കുളം ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഉമ്മറതിനകത്ത് പോയിട്ട് 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കും. എന്നാലും ഇവർക്ക് എന്നോടുള്ള കലിപ്പ് തീരില്ല. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ കമന്റ് വായിച്ചാൽ മതി. അത്ര കലിപ്പിലാണ് അവിടെ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ തെറിവിളികളൊക്കെ ഇനി സത്യം പറഞ്ഞാൽ അതൊക്കെ ആസ്വദിക്കുകയാണ്. കാരണം അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരുടെ കുരുപൊട്ടൽ ഏത് വിധത്തിലാണെന്ന്. എത്ര അധികം കുരുപൊട്ടിയിട്ടാണ് അത്രയും കമന്റ് അവരിടുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അമ്മാതിരിയാണ്. ഇനി അറേബ്യൻ ജിഹാദിയെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. വീഡിയോ ഒന്നും നമ്മൾ കയ്യിൽ നിന്നെടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം കൃത്യമായ തെളിവുകളാണ്. എന്നാൽ അറേബ്യൻ ജിഹാദി നമുക്കറിയാവുന്ന പോലെ കഥ പറയുകയാണ്. പുള്ളി വസ്തുതകളൊക്കെ വളച്ചൊടിച്ചുകൊണ്ട്, നുണ പറഞ്ഞുകൊണ്ട്, ഒരു ഇതുമില്ലാതെ ചുമ്മാ കഥ പറഞ്ഞു പോവുകയാണ്. ഞങ്ങൾ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. കൃത്യമായ തെളിവുകൾ വെച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഇമ്രാൻ കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ തുറന്നു കാണിച്ചതിന്റെ ആ വിഷമം അതാണ് പുറകെ വന്ന വീഡിയോകളിലെല്ലാം കാണുന്നത്. അതുമാത്രമല്ല, വേറൊരു കാര്യമുണ്ട്. ഈ അറേബ്യൻ ജിഹാദിക്കെതിരെയുള്ള ഞങ്ങളുടെ വീഡിയോ ഇറങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരിക്കുന്നു. 2ാമത്തെ കേസ്. തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് എന്നെ പോലീസുകാരൻ വിളിച്ചിട്ട് പറയുന്നത്, അഷ്റഫ് എന്ന് പറയുന്ന ഒരുത്തം നിങ്ങൾക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് പഴയ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പോലീസുകാരൻ വിളിക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചേ. ഈ ഹാരിസ് മദനി ഓർത്ത കേസുണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള കേസ് അന്വേഷിക്കാനാണ് വിളിച്ചതെന്ന് വിചാരിച്ചിട്ട് ഞാൻ സംസാരിച്ചു വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു സംശയം തോന്നി. ഞാൻ ചോദിച്ചു, അല്ല ഹാരിസ് മദനി അല്ലേ പരാതിക്കാരൻ? അല്ലല്ല, ഹാരിസ് മദനി അല്ല, ഇത് വേറെ അഷ്റഫ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഓ, ഇങ്ങനെയാണല്ലേ. അപ്പോൾ കേസുകൾ, അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു അത് കേസുണ്ടാവും, നിങ്ങൾക്കെതിരെ കേസ് വന്നില്ലെങ്കിലാണ് അത്ഭുതം എന്ന് പറയുകയും ചെയ്ത്. അപ്പോൾ കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് യുവന്മാർക്കെതിരെയുള്ള വീഡിയോ, ഈ അറേബ്യൻ ജിഹാദിക്ക് എതിരെയുള്ള വീഡിയോ ഇറക്കി വന്ന് അടുത്ത കേസ്. അപ്പോൾ ഈ കേസ് കൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ലെന്ന് കേസ് കൊടുത്ത അവനും അറിയാം, കേസെടുത്ത പോലീസുകാർക്കും അറിയാം, കേസിൽ കുറ്റാരോപിതനായ എനിക്കും അറിയാം. കാരണം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഓരോ വാക്കും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേസ് കോടതിയിൽ നിലനിൽക്കില്ല.
നിലനിൽക്കൊന്നുമില്ല. പിന്നെ എന്താണ്? നമ്മുടെ സമയം കളയുക എന്നുള്ളതാണ്. ഇതിന്റെ പുറകിൽ നമ്മളെ അങ്ങ് കുറച്ച് ചിറ്റിച്ച് നടത്തിയിട്ട് സമയം കളയുക എന്നുള്ളത്. ആ സമയം കളയുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നിങ്ങൾ ഇങ്ങനെ കേസ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാനൊരു കാര്യം കൂടി പറയാം. കേസ് തള്ളിപ്പോയി കഴിയുമ്പോൾ ഒരു കൗണ്ടർ കേസ് അങ്ങോട്ട് വരും. മാനനഷ്ടവും സമയനഷ്ടവും ഒക്കെ എൻ്റെ കളഞ്ഞതിൻ്റെ പേരിൽ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ടുള്ള വേറൊരു കേസ്. പൈസ കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എനിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനൊന്നുമല്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ പൈസ ചിലവാക്കിക്കണം, അതിനു വേണ്ടിയിട്ട് മാത്രമാണ്, വേറെ ഒന്നിനുമല്ല. അപ്പോൾ എനിക്കെതിരെ കേസ് കൊടുക്കുന്ന എല്ലാവരും ഇതൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എത്ര കേസുകളിൽ നിങ്ങൾ കൊടുത്തോ, ഈ കേരളത്തിലെ 14 ജില്ലകളിൽ നിങ്ങൾ കേസ് കൊടുത്തോ, എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഞാനിനി ഓരോ കോടതിയിലേക്കും ഓരോ ദിവസം ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണെങ്കിൽ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കും. വേറെ സമയം എനിക്ക് കിട്ടുന്നില്ല, അത്രമാത്രം തിരക്കിലെ വിടുകയാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്കെതിരെ വീഡിയോ എടുക്കും. എന്നിട്ടായിരിക്കും പിന്നെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. മാത്രമല്ല, കേസുകളൊക്കെ തീർന്നു കഴിയുമ്പോൾ നഷ്ടപരിഹാരം നിങ്ങളുടെ പോക്കറ്റിൽ നിങ്ങൾ എടുത്തു കൊടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫണ്ട്, ലീഗൽ ജിഹാദിന്റെ ഫണ്ട് അവരോട് ചോദിക്കണം. അവർ തരികയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് കയ്യിൽ നിന്ന് പോകില്ല. അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പൈസ പോകുന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ, സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഏതായാലും നമുക്ക് അധികം സമയം കളയാതെ വിഷയത്തിലേക്ക് കടക്കാം. മരിയ ഷഹബാസിനെ കുറിച്ച് പുറത്തു വന്ന വാർത്തയുടെ ആധികാരികതയില്ലായ്മയെക്കുറിച്ച് വളരെ ആധികാരികമായി തന്നെ ഈ അറേബ്യൻ ജിഹാദി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. പുള്ളി പറയാണ് ഇതൊക്കെ വെറും കളവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. പിന്നെ ഇതാണ് ഞാൻ തെരഞ്ഞെടുപ്പ് കിട്ടിയ ആദ്യത്തെ വെബ്സൈറ്റ്. ഹോപ്പ് ഇന്ത്യ പറഞ്ഞിട്ടൊരു വെബ്സൈറ്റാണ് വരുന്നത്. അതിൽ നല്ല മസാല തേച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ക്രിസ്ത്യാനി പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി നല്ല ഉഷാർ കഥയാണ് ഹോപ്പ് ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാവരും ഈ വാർത്ത ഒപ്പിയെടുത്തിരിക്കുന്നത് ഈ ഒരു ഹോപ്പ് ഇന്ത്യ എന്നാണ്. ഈ വാർത്തകളുടെ എല്ലാം സോഴ്സ് OP ഇന്ത്യ എന്ന BJP IT സെല്ലിന്റെ വെബ്സൈറ്റ് ആണെന്നും മറ്റുള്ളവരെല്ലാം ഈ OP ഇന്ത്യയെ കോപ്പി അടിക്കുകയായിരുന്നു, OP ഇന്ത്യയിൽ നിന്ന് വാർത്തകളൊക്കെ ഒപ്പിയെടുക്കുകയായിരുന്നു എന്നാണ് ഈ ഇമ്രാൻ കുഞ്ഞ് പറയുന്നത്. ഇതിൽ ഒരു കാര്യം മാത്രമേ സത്യമുള്ളൂ. OP ഇന്ത്യ സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു വെബ്സൈറ്റാണ്. സ്വരാജ് മാഗസിനും സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള വെബ്സൈറ്റാണ്. ഇത്രയേ ഇതിൽ സത്യമുള്ളൂ. ഈ രണ്ട് വെബ്സൈറ്റും സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലുള്ളവയാണ് എന്നുള്ള ഏക കാരണത്താൽ പാകിസ്ഥാനിൽ നടന്നതായി ഇതിൽ വരുന്ന വാർത്തകൾ നുണയാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതൊരു തരം അന്ധവിശ്വാസമാണ്. ഒരു വാർത്തയുടെ ആധികാരികത തീരുമാനിക്കേണ്ടത് അത് ആര് പറയുന്നു എന്ന് നോക്കിയിട്ടല്ല, വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇന്ത്യൻ പത്രങ്ങളിലും ടെലഗ്രാഫിലും ഹോബ്സിലും വന്ന വാർത്തകൾ നുണയാണെന്ന് പറയുന്ന ഇവൻ തന്നെയാണ് ഈ പാകിസ്ഥാനിലെ ഇസ്ലാമിക പത്രത്തിൽ, അതായത് നമ്മുടെ ഈ കേരളത്തിലേക്ക് തേജസ് പോലത്തേക്കുള്ള ലോക്കൽ പത്രങ്ങളുണ്ടല്ലോ, ആ ലോക്കൽ പത്രത്തിൽ മരിയ ഷഹബാസിനെ കുറിച്ച് വന്ന വാർത്ത സത്യമാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പാകെ വീഡിയോയുമായിട്ട് വരുന്നത്. തേജസ് പോലത്തെ ഒരു സുഡാപ്പി പത്രം, പാകിസ്ഥാനിലെ ഒരു ലോക്കൽ സുഡാപ്പി പത്രത്തിൽ വന്ന വാർത്ത ഇവൻ വിശ്വസിക്കുകയും ഇന്ത്യൻ പത്രങ്ങളിലും അതുപോലെ ഫോബ്സ് അല്ലെങ്കിൽ ടെലഗ്രാഫ് പോലെയൊക്കെയുള്ള മറ്റ് അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന മാഗസിനുകളിലെ പത്രങ്ങളിലൊക്കെ വന്ന അതേ വിഷയത്തെക്കുറിച്ച് വന്ന വാർത്തകളൊക്കെ ഇവൻ നിരസിക്കുകയും ചെയ്യുന്നതിന്റെ കാരണത്തിനെയാണ് പച്ച മലയാളത്തിൽ വർഗീയത എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? വർഗീയത എന്ന് പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ല വാർത്തകളുടെ ആധികാരികത ഇവനൊക്കെ നിശ്ചയിക്കുന്നത്, മറിച്ച് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഞമ്മന്റെ ആൾക്കാരാണോ അല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഞമ്മന്റെ ആൾക്കാർ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണെങ്കിൽ അത് എത്ര ലോക്കൽ തറ ഊച്ചാളി പത്രമായാലും ശരി അത് സത്യമാണ്, അത് നമ്മൾ വിശ്വസിക്കും. മറ്റേത് നമുക്കെതിരായിട്ട് വന്ന വാർത്ത അത് ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ടെലഗ്രാഫ് പത്രത്തിലാണെങ്കിലും നോ രക്ഷ, ഒരു കാര്യവും ഇല്ല, നമ്മൾ വിശ്വസിക്കുകയില്ല, നമുക്കത് വേണ്ടാന്നേ, അത് കാഫറുകളുടെ പത്രത്തിൽ വന്നതല്ലേ. ഇതാണ് ഇവന്റെയൊക്കെ നിലപാട്. അപ്പൊ OP ഇന്ത്യയിൽ വന്ന വാർത്തയുടെ ആധികാരികത നമുക്കത് പുറകെ പരിശോധിക്കാം. ഇപ്പോ ഇവൻ പറഞ്ഞ വേറൊരു കാര്യം നമുക്ക് നോക്കാം. മരിയ ഷഹബാസിനെ കുറിച്ചുള്ള വാർത്തയുടെ സോഴ്സ് OP ഇന്ത്യ ആണെന്നാണല്ലോ ഇവൻ പറഞ്ഞേ. അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതിന്റെ ആ വാർത്തയുടെ സോഴ്സ് OP ഇന്ത്യ ആണോ അല്ലയോ? ചില പത്രക്കട്ടിങ്ങുകൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇപ്പൊ തരികയാണ്. 2020 ആഗസ്റ്റ് 8 OP ഇന്ത്യ ഈ വാർത്ത കൊടുക്കുന്നത്. അതായത് കഴിഞ്ഞ മാസം, ഇതിപ്പോ സെപ്റ്റംബർ ആണല്ലോ, കഴിഞ്ഞ മാസം ആഗസ്റ്റ് 8 ബാക്കിയുള്ളവരെല്ലാം OP ഇന്ത്യയിൽ നിന്നാണ് ഈ വാർത്ത ഒപ്പിയെടുത്തിരിക്കുന്നതെന്ന് ഇവൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇവൻ പറയുന്നത് സത്യമാണെങ്കിൽ ആഗസ്റ്റ് 8 OP ഇന്ത്യ ഈ വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് വേറെ ഒരിടത്തും മരിയ ഷഹബാസിനെ കുറിച്ചുള്ള വാർത്ത വരാൻ പാടില്ലാത്തതാണ്. കാരണം OP ഇന്ത്യ ആണല്ലോ ഇതിന്റെ സോഴ്സ്. നമ്മളെ എന്തൊരു കാര്യം അന്വേഷിച്ച് ചെന്നാൽ സോഴ്സിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റുകയില്ല. ആ പ്രാഥമിക സോഴ്സ് ഉണ്ടല്ലോ അവിടെ വരെ എത്തുകയുള്ളൂ. പ്രാഥമിക സോഴ്സിന്റെ അപ്പുറത്ത് പോയിട്ട് നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് അറിയാൻ പറ്റില്ല. അങ്ങനെ അറിഞ്ഞാൽ പിന്നെ ഇതിനെ പ്രാഥമിക സോഴ്സ് എന്ന് പറയാൻ പറ്റില്ല. അതിന് മുമ്പേ ഉള്ളതാണ് അതിന്റെ പ്രാഥമിക സോഴ്സ്. അങ്ങനെയാണല്ലോ. എന്നാൽ നാം വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്താൽ കാണുന്നത് എന്താണ്?
OP ഇന്ത്യയാണ് ഈ വാർത്തയുടെ സോഴ്സ്? നമുക്ക് നോക്കാം. ആഗസ്റ്റ് 6-ന് 2020 ആഗസ്റ്റ് 6-ന്, അതായത് OP ഇന്ത്യ ഈ വാർത്ത കൊടുക്കുന്നതിനും 2 ദിവസം മുമ്പ് prosecution.org ഈ വാർത്ത കൊടുത്തിട്ടുണ്ട്. അതായത് ഈ വാർത്തയുടെ സോഴ്സ് OP ഇന്ത്യ അല്ല. മനസ്സിലായോ? നുണ പറഞ്ഞതാണ്. വീണ്ടും നമ്മൾ നോക്കിയാൽ ആഗസ്റ്റ് 5-ന് ബ്രിട്ടനിലെ ദി ടെലഗ്രാഫ് എന്ന ലോകമറിയുന്ന പത്രം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആഗസ്റ്റ് 8-നാണ് OP ഇന്ത്യ. ആഗസ്റ്റ് 8-ന് 2 ദിവസം മുമ്പ് ആഗസ്റ്റ് 6-ന് prosecution.org വാർത്ത കൊടുക്കുന്നു. അതിനും ഒരു ദിവസം മുമ്പ് ആഗസ്റ്റ് 5-ന് ടെലഗ്രാഫ് പത്രം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവന്റെയൊക്കെ കണ്ണിൽ ടെലഗ്രാഫ് പത്രം സംഘികളുടെ വെബ്സൈറ്റ് ആയിരിക്കും, സംഘികളുടെയൊക്കെ ചാനലായിരിക്കും. അത് വേറെ കാര്യം. തീർന്നില്ല. നമ്മൾ പിന്നെയും പരിശോധിച്ചാൽ അമേരിക്ക കേന്ദ്രമാക്കിയുള്ള നോൺ ഡിനോമിനേഷണൽ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ന്യൂസ് പേപ്പറായ ദി ക്രിസ്ത്യൻ പോസ്റ്റ്.com-ൽ ആഗസ്റ്റ് 1-ന് 2020 ആഗസ്റ്റ് 1-ന് മരിയ ഷഹബാസിന്റെ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ആഗസ്റ്റ് 8-ാം തീയതി OP ഇന്ത്യ വന്ന വാർത്തയാണ് ഇതിന്റെ സോഴ്സ്. അതിൽ നിന്നാണ് മറ്റ് പത്രങ്ങളെല്ലാം ഇത് കോപ്പി അടിച്ചിരിക്കുന്നത്, ഒപ്പിയെടുത്തിരിക്കുന്നത് എന്നാണ് ഇവൻ പറയുന്നത്. പക്ഷെ നമ്മൾ ജസ്റ്റ് കുറച്ച് സമയം നമ്മളൊന്ന് ചെലവഴിച്ചാൽ മതി ഗൂഗിളിൽ, കുറച്ച് 5 മിനിറ്റ് ചെലവഴിച്ചാൽ മതി. 5 മിനിറ്റ് ചെലവഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അല്ല, ആഗസ്റ്റ് 6-ന് ഇത് റിപ്പോർട്ട് ചെയ്തു, ആഗസ്റ്റ് 5-ന്, ആഗസ്റ്റ് 1-ന് വേറെ പലരും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി നമ്മൾ ഗൂഗിൾ ചെയ്യുന്നത് തുടർന്നാൽ 5 മിനിറ്റ് എന്നുള്ളത് നമ്മളൊരു 10 മിനിറ്റ് ആക്കുകയാണെന്ന് വെച്ചോ, അപ്പോൾ നമുക്ക് മനസ്സിലാകും ആഗസ്റ്റ് മാസത്തിലല്ല അതിനു മുമ്പ്, അതായത് ജൂലൈ മാസം നിങ്ങൾ വിചാരിക്കും അല്ലാട്ടോ ജൂലൈ മാസത്തിലല്ല അതിനു മുമ്പ്. അപ്പം നിങ്ങളൊരു പക്ഷേ വിചാരിക്കും എന്നാൽ ജൂൺ മാസത്തിലായിരിക്കുന്നു. അല്ല, ജൂൺ മാസമല്ല, അതിനു മുമ്പ് മെയ് മാസത്തിൽ, മെയ് മാസം 8-ാം തീയതിയിൽ ഫോർബ്സ് മാഗസിനിൽ മരിയ ഷഹബാസിനെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള വാർത്ത നമുക്ക് കാണാം. ഇവൻ പറഞ്ഞത് ആഗസ്റ്റ് 8-ന് OP ഇന്ത്യയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അതാണ് ഈ വാർത്തയുടെ സോഴ്സ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അങ്ങനെയല്ല എന്നുള്ളത്. പക്ഷെ ഇവൻ 100% ഉറപ്പുണ്ട്. ഇവന്റെ പ്രേക്ഷകരുണ്ടല്ലോ മന്ദബുദ്ധികൾ, ഇപ്പൊ അവിടെ ആ താഴെ എന്നെ തെറി വിളിച്ചുകൊണ്ട് കമന്റ് ചെയ്യുന്നവന്മാരെ, തലച്ചോറൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ഈ യൂട്യൂബ് ഓൺ ചെയ്യാൻ നിൽക്കുന്നവന്മാര്, യൂട്യൂബ് ഓൺ ചെയ്യാന്നല്ല, മദ്രസയിൽ പോയ സമയത്ത് തന്നെ തലച്ചോറ് എടുത്ത് പുറത്ത് വെച്ചിട്ടാണ് മദ്രസയ്ക്ക് അകത്തേക്ക് അവർ കയറിയത്. അന്ന് മുതലേ പിന്നെ അതാണ് അത് തിരിച്ചെടുത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. ഇപ്പോഴും തലച്ചോറ് പുറത്ത് തന്നെ ഇരിക്കുന്നത് ആ സ്ഥിതിയിലാണ്. അപ്പൊ പറയാണ്, ഇവന്മാർ കൂടെയുള്ള ആ ധൈര്യത്തിൽ പറയാണ് OP ഇന്ത്യയാണ് ഇതിന്റെ സോഴ്സ് എന്ന്. സത്യം പറയാല, എനിക്ക് ഈ അറേബ്യൻ ജിഹാദിയോട് ഒരു കാര്യത്തിൽ ഭയങ്കര അസൂയ തോന്നുന്നുണ്ട്. ഭയങ്കര അസൂയ എന്ന് വെച്ചാൽ പറയാൻ പറ്റാത്ത അസൂയാണ്. കാരണം വേറൊന്നുമല്ല, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാതെ എന്ത് മണ്ടത്തരവും എവിടെ എത്ര ധൈര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ക്രോസ് ചെക്ക് ഇല്ലാതെ ഒന്നുമില്ലാതെ അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന, അതങ്ങനെ തന്നെ ഏറ്റെടുക്കുന്ന പ്രേക്ഷകരെ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. മനസ്സിലായോ? നമുക്ക് പിന്നെ പണിയില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചുമ്മാ ഇരുന്ന് എന്ത് കഥ പറഞ്ഞാലും മതി. ഇവന്മാരാ ഓക്കെ റെഡി, ഞങ്ങൾ അത് അംഗീകരിച്ചിരിക്കുന്നു, ആമേൻ, അല്ല ആമേനല്ല സോറി ആമീൻ, ആമീനും ഭൂമീനും ഒക്കെ പറഞ്ഞ് പിന്നെ എന്താണ് മാഷാ അല്ലാ ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര ഇതാ. പിന്നെ ആർക്കെതിരെയാണോ വ്യക്തിഹത്യ നടത്തിയിരിക്കുന്നത് അവനെ കുറെ തെറിയും വിളിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ വ്യൂവേഴ്സിനെ കിട്ടാന്ന് പറയുന്നത് അത് അവനൊക്കെ സമ്മതിക്കണോട്ടാ. ഈ ജിഹാദി യൂട്യൂബേഴ്സിന് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യം അതാണ്. നമുക്കൊന്നും കിട്ടാത്തതും അതാണ്. നമ്മുടെ പ്രേക്ഷകരെ കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങളെ വ്യക്തമായിട്ട് വിശകലനം ചെയ്ത് ഇത് നമ്മൾ പറയുന്ന കാര്യത്തെ ക്രോസ് ചെക്ക് ചെയ്ത് വിശകലനം ചെയ്തത് പഠിക്കുന്നത്, ഈ വിഷയം പഠിക്കുന്നത്, നമ്മൾ എന്തൊക്കെ ചോദ്യങ്ങൾ അവരിൽ നിന്ന് നേരിടേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതാണ് പറഞ്ഞത്. ആ ഒരു പ്രശ്നം, അങ്ങനത്തെ ഒരു ടെൻഷനേ ഇല്ലാതെ ഒരു വീഡിയോ കണ്ട എത്ര വീഡിയോ ആണ് ചെയ്യുന്നത്. ഞങ്ങളുടെ വീഡിയോ ഒക്കെ വൈകുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്, ഞങ്ങൾക്കൊരു വാർത്ത ഞങ്ങൾ നിങ്ങളുടെ മുമ്പ് ആകെ പറയണമെന്നുണ്ടെങ്കിൽ അത് എത്ര പ്രാവശ്യം ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടെന്ന് അറിയാമോ? ഒരു സൈറ്റിൽ നിന്ന് പറഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്നാണെങ്കിൽ അത്രയും ക്രോസ് ചെക്ക് ചെയ്യേണ്ട. ആ പുസ്തകത്തിന്റെ ആധികാരികത നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ, എഴുത്തുകാരൻ ഇതാണ്, നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകമാണെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. പക്ഷെ നെറ്റിൽ നിന്നൊക്കെയാണ് നമ്മൾ വാർത്തകൾ എടുക്കുന്നതെങ്കിൽ ആ പുസ്തകത്തിനകത്ത് അത് ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമ്മുടെ കയ്യിൽ നെറ്റിലുള്ള സാധനമല്ലേ ഉള്ളൂ, പുസ്തകം ഇല്ലല്ലോ കയ്യിൽ. പിന്നെ ആ പുസ്തകത്തിന്റെ ഓൺലൈൻ കോപ്പി എങ്ങാനും കിട്ടാനുള്ള ഇത്, അതിന് ഹാർഡ് കോപ്പി കിട്ടാൻ നോക്കും. അത് കിട്ടില്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ കോപ്പിയെങ്കിലും സംഘടിപ്പിക്കാൻ നോക്കും. ഇനി ഓൺലൈൻ കോപ്പിയും കിട്ടുന്നില്ലാത്തൊരു സ്ഥിതിയാണെന്നുള്ളതെങ്കിൽ ഇതിനെക്കുറിച്ച് വേറെ എത്ര പേര് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എത്ര ഇതില്. അപ്പൊ കുറേ പേര് നമുക്ക് വിശ്വാസ്യതയുള്ള സൈറ്റുകളിൽ അല്ലെങ്കിൽ വിശ്വാസ്യതയുള്ള ലേഖകന്മാർ പലരും ഇതേ സംഗതികൾ കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഈ സംഗതി ആ പുസ്തകത്തിനകത്തുള്ളതാണ്.
അത്രയും ഒരു ബോധ്യം വന്നതിന് ശേഷമാണ് ഞങ്ങളൊരു കാര്യം നിങ്ങളുടെ മുമ്പാകെ പറയുന്നത്. ഇന്ന ഗ്രന്ഥത്തിൽ ഇത്രാമത്തെ പേജിൽ ഇത് കിടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ പറയുന്നത്. ഒന്നുകിൽ ഞങ്ങൾ നേരിട്ട് വായിച്ചതായിരിക്കും. നേരിട്ട് വായിച്ചതല്ല, നെറ്റിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ എത്ര സൈറ്റുകൾ അല്ലെങ്കിൽ എത്ര ബ്ലോഗുകളൊക്കെ ഞങ്ങൾ കയറി പരിശോധിച്ച് ഞങ്ങൾക്ക് 100% ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് ഞങ്ങളത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ വീഡിയോ ഒക്കെ വരാൻ ഇത്രയും താമസവും നേരിടുന്നത്. ഇവരൊന്നും ആ പ്രശ്നമില്ല. ഒറ്റ ദിവസം തന്നെ 4, 5, 6 വീഡിയോ ഒക്കെ തള്ളുന്നത് എന്താണെന്നറിയാമോ? ചുമ്മാ ക്യാമറ ഓൺ ചെയ്ത് വെക്കുക, പിന്നെ അങ്ങ് കഥ പറഞ്ഞാൽ മതി. എന്ത് വേണമെങ്കിലും എന്ത് മണ്ടത്തരവും പറയാം. ഞാൻ പറഞ്ഞില്ലേ, മദ്രസയ്ക്കകത്തേക്ക് കയറിയ സമയത്ത് തലച്ചോറ് അഴിച്ചു വെച്ച ടീമുകളാണ് ഇവന്റെ വീഡിയോ കേൾക്കാനിരിക്കുന്നവന് നല്ല ഉറപ്പാണ്. പിന്നെ എന്തിനാ പ്രശ്നം? പേടിക്കേണ്ട കാര്യം എന്താ? എന്ത് വെള്ളം പറഞ്ഞുകൂടെ? അവരങ്ങ് കണ്ണോടച്ച് വിശ്വസിച്ചോളും. അതാണ്. അതുകൊണ്ട് മാത്രമാണ് ഇവൻ ആഗസ്റ്റ് 8-ാം തീയതിയിൽ OP ഇന്ത്യ വാർത്ത കൊടുത്തത്. അതാണ് ഇതിന്റെ സോഴ്സ് എന്ന് പറഞ്ഞത്. ആ ആഗസ്റ്റ് 8-ാം തീയതിയിലെ OP ഇന്ത്യ വാർത്തയാണ് ഇതിന്റെ സോഴ്സ്. മറ്റുള്ളവരെല്ലാം ഈ OP ഇന്ത്യയിൽ നിന്ന് ഒപ്പിയെടുക്കുകയായിരുന്നു പറഞ്ഞതിന്റെ കാരണം ഇതൊന്നു മാത്രമാണ്. ഇവന്റെ വ്യൂവേഴ്സ് ഇവൻ അറിയാം തലച്ചോറില്ലാത്തവരാണെന്ന്. ഇനി നമ്മൾ സിസ്റ്റമാറ്റിക്കലായിട്ട് ആദ്യമേ മുതലേ, അതായത് ക്രോണോളജിക്കൽ ഓർഡറിൽ ഒന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ പുറകോട്ടാണല്ലോ പോയത്. ഇനി ഒന്ന് ശരിയായിട്ട് ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നമുക്ക് നോക്കിയാൽ പാകിസ്ഥാനിലെ മനുഷ്യാവകാശ പ്രവർത്തകരും ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം വാദിക്കുന്നവരും ഈ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാം. ഞാനത് ഓരോന്നായി നൽകാം. പാകിസ്ഥാനിലെ പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനാണ് സാംസൺ സലാമത്ത്. സെന്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷന്റെ ഡയറക്ടറാണ് അദ്ദേഹം. 2020 മെയ് 2-ന് സാംസൺ സലാമത്ത് മറിയ ഷഹബാസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുന്നുണ്ട്. അതാണ് നിങ്ങളിവിടെ കാണുന്നത്. ഫൈസലാബാദുകാരിയായ മരിയ ഷഹബാസിനെ മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോകുന്നത് 2020 ഏപ്രിൽ 28-നാണ്. 2020 ഏപ്രിൽ 28. അതായത് തട്ടിക്കൊണ്ടുപോകൽ കഴിഞ്ഞ് 4-ാം ദിവസം തന്നെ പാകിസ്ഥാനിലെ പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനായ സാംസൺ സലാമത്ത് ഇക്കാര്യം ലോകത്തിന് മുമ്പിൽ അറിയിക്കുന്നുണ്ട്. ആഗസ്റ്റ് 8-ലത്തെ കാര്യമാണല്ലോ. OP ഇന്ത്യക്ക് കൊടുക്കുന്ന ആഗസ്റ്റ് 8-ലെയാണ്. അവസാനമൊക്കെ എത്തുമ്പോഴാണ് OP ഇന്ത്യക്ക് ഈ കേസ് എടുക്കുന്നത് തന്നെ, ഈ വിഷയം അവരുടെ ഇതിനകത്ത് വാർത്തയായിട്ട് കൊടുക്കുന്നത് തന്നെ. പക്ഷെ ഇത് ആദ്യമേ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും ആ പോസ്റ്റിൽ സാംസൺ സലാമത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ മരിയ ഷഹബാസിന് 14 വയസ്സാണെന്നുള്ള കാര്യവും ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ കോടതിയുടെ അന്യായ വിധിക്ക് ശേഷം ആ പോസ്റ്റിൽ മലയാളികളടക്കം പലരും കമന്റ്സ് ഇട്ടത് നിങ്ങൾക്ക് കാണാം. ആ കമന്റ്സിന്റെ പഴക്കം 1 ആഴ്ച 2 ആഴ്ചയൊക്കെയാണ്. എന്നാൽ പോസ്റ്റ് ഇട്ട സമയത്തുള്ള കമന്റുകൾ നിങ്ങൾ നോക്കിയാൽ അത് മലയാളികളൊന്നുമല്ല, പാകിസ്ഥാനികൾ അതിൽ കമന്റ് ഇട്ടിരിക്കുന്നത് കാണാം. അതായത് ആഗസ്റ്റ് 8-ന് OP ഇന്ത്യ ഈ വാർത്ത കൊടുക്കുന്നതിനും 3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ സംഭവം നടന്ന് 4-ാമത്തെ ദിവസത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പാകിസ്ഥാനിലെ മനുഷ്യാവകാശ സംഘടനയായ സെന്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷന്റെ ഡയറക്ടർ സാംസൺ സലാമത്ത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മരിയ ഷഹബാസിന്റെ വാർത്ത കൃത്യമായി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നത് പാകിസ്ഥാനിലടക്കം പ്രവർത്തിക്കുന്ന അന്തർദേശീയ ക്രിസ്ത്യൻ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ് എന്ന ACN ഇന്റർനാഷണൽ ആണ്. അവർ 2020 ജൂൺ 10-ന് കൊടുത്ത വാർത്തയാണ് നമ്മൾ ഈ കാണുന്നത്. 2020 ജൂൺ 10-ന് മരിയ ഷഹബാസിന്റെ കേസിനെ കുറിച്ച് ACN 2020 ജൂലൈ 10-ന്, കൃത്യം 1 മാസം കഴിഞ്ഞ് ജൂലൈ 10-ന് കൊടുത്ത വാർത്തയാണ് നമ്മൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞ് 2020 ആഗസ്റ്റ് 7-ന് മരിയ ഷഹബാസിന്റെ കേസിനെ കുറിച്ച് ACN നൽകിയ വാർത്തയാണ് ഇത് നമ്മൾ ഈ കാണുന്നത്. പിന്നെ ആ വിവാദമായ അന്യായവും അനീതിയും നിറഞ്ഞ ആ ക്രൂരമായ കോടതി വിധി വന്നതിന് ശേഷം ACN 2020 ആഗസ്റ്റ് 11-ന് നൽകിയ വാർത്തയാണ് ഇത്. ചുരുക്കി പറഞ്ഞാൽ 2020 ഏപ്രിൽ മാസം 28-ന് മരിയ ഷഹബാസിനെ മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോയി നിർബന്ധമായി ഇസ്ലാമിലേക്ക് മതം മാറ്റി ബലമായി അവളെ നിക്കാഹ് കഴിച്ച് 2020 മെയ് മാസം 2-ാം തീയതി മുതൽ വിശ്വാസ്യതയുള്ള സോഴ്സിൽ നിന്ന്, അത് ഈ സംഭവം നടന്ന് 4-ാമത്തെ ദിവസം മുതൽ വിശ്വാസ്യതയുള്ള സോഴ്സിൽ നിന്ന് ഈ വാർത്ത പുറം ലോകത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ ACN ഈ വാർത്ത കൃത്യമായി ഫോളോ ചെയ്യുകയും ഓരോ മാസവും കേസിന്റെ പുരോഗതി ലോകത്തെ അറിയിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ മദ്രസ പൊട്ടന്മാരായ എന്റെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ച് കാശുണ്ടാക്കാനും അതോടൊപ്പം പാകിസ്ഥാനെ വെള്ളപൂശാനും വേണ്ടി ഇവൻ പറഞ്ഞതുപോലെ ഈ വാർത്തയുടെ സോഴ്സ് OP ഇന്ത്യ അല്ല.
ആധികാരികമായ സെക്കുലർ ചാനലുകളിൽ ഈ വാർത്ത വന്നിട്ടുണ്ട്. ആധികാരികമായ ക്രൈസ്തവ സൈറ്റുകളിൽ ഈ വാർത്ത വന്നിട്ടുണ്ട്. പാകിസ്ഥാനിലെ പത്രപ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. അതൊന്നും വർഗീയ വിഷം നിറഞ്ഞ് മതഭ്രാന്ത് കൊണ്ട് തിമിരം പിടിച്ച ഈ അറേബ്യൻ ജിഹാദി കാണുകയില്ല. അതൊന്നും കാണുകയില്ല. കാര്യകാരണബോധത്തോടെ ചിന്തിക്കുക എന്ന സംഗതിയെക്കുറിച്ച് കേട്ടുകേൾവി പോലും ഉണ്ടായിട്ടില്ലാത്ത ഇവന്റെ മദ്രസ പൊട്ടന്മാരായ ഫാൻസിന്റെ അവസ്ഥയും അത് തന്നെയാണ്. അവരും ഇതൊന്നും കാണുകയില്ല. തലച്ചോറിനകത്തേക്ക് അന്യമത വിദ്വേഷം ആ രീതിയിൽ ഇഞ്ചക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ഗൂഗിളിൽ കുറച്ച് സമയം ചെലവഴിക്കാൻ മതി. അവർക്ക് സത്യം അറിയാൻ സാധിക്കും. പക്ഷെ സത്യത്തോടല്ല, അസത്യത്തോടാണ് ഇവർക്ക് പ്രിയം. ഇരുളിനോടാണ് ഇവർക്ക് കൂട്ടായ്മ. കാരണം ഇവരെ നയിക്കുന്നത് ഇരുട്ടിന്റെ ആത്മാവാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ സത്യങ്ങളൊന്നും ഒരിക്കലും അറിയാൻ പോകുന്നില്ല. ഒരു കാര്യം ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ഒരു സത്യം അവർ അറിയാൻ പോകുന്നില്ല. കാരണം ഇവർക്ക് അറിയണമെന്നുള്ള താല്പര്യമില്ല. ഇവർ ഇരുളുമായിട്ട് കൂട്ടായ്മയിൽ ഇരുളിന്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ആരും കാണില്ലല്ലോ. ഇരുളിന്റെ പ്രവൃത്തികൾ ചെയ്ത് അതിനകത്ത് അങ്ങ് ഒടുങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. വെളിച്ചത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് പുറം ലോകം അറിയുകയുള്ളൂ. ഇരുളിൽ ആ പ്രശ്നമില്ല. അതുകൊണ്ട് ഇവരോട് എപ്പോഴും ഇരുളിൽ കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ്. എൻ്റെ ചില സ്നേഹിതന്മാർ എന്നോട് പറയുകയുണ്ടായി, ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ വീഡിയോ ലിങ്കുകൾ അവരുടെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്താൽ അവരാരും അത് തുറന്നു നോക്കാൻ പോലും നിൽക്കാറില്ല എന്ന്. ഇസ്ലാമാണ് ശരി, ഇസ്ലാം വലിയ സംഭവമാണെന്നൊക്കെയുള്ള അവരൊക്കെ പറഞ്ഞുള്ള തള്ളുകളുണ്ടല്ലോ, ആ തള്ളുകളൊക്കെയുള്ള വീഡിയോ ലിങ്കുകൾ ഈ മുസ്ലിം സുഹൃത്തുക്കൾ എൻ്റെ സ്നേഹിതന്മാർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അവരൊക്കെ അത് കാണാറുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് അതിന് മറുപടിയായിട്ട് ഒന്നുകിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ അല്ലെങ്കിൽ സാക്ഷിയുടെയൊക്കെ വീഡിയോ ലിങ്കുകൾ എൻ്റെ സ്നേഹിതന്മാർ അവർക്കും അയച്ചു കൊടുക്കും. പക്ഷെ അവർക്കത് തുറന്നു നോക്കാൻ പേടിയാണ്. തുറന്നു നോക്കാറില്ല. പേടിയുടെ കാരണം വേറൊന്നുമല്ല, ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇസ്ലാമിലുള്ള വിശ്വാസം പോയി പോകുമോ, അള്ളാഹുവിനെയും മുഹമ്മദിനെയും ഖുറാനെയും താൻ അവിശ്വസിക്കുമോ, അങ്ങനെ നരകത്തിലെ ഇന്ധനമായി മാറുമോ, ഇതാണ് ഇവരുടെ പേടി. ആ പേടി കൊണ്ടാണ് അവർ ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ അല്ലെങ്കിൽ സാക്ഷിയുടെയോ വീഡിയോകളൊന്നും കാണാൻ നിൽക്കാത്തത്. അതായത് എന്നും കുന്നും അടിമത്തത്തിൽ തന്നെ കഴിയാനാണ്, ഇരുളിൽ തന്നെ കഴിയാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതാണ് ഇവരുടെ ആഗ്രഹം. കുട്ടിക്കാലത്ത് നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് ഒരു വിഷയം കേൾക്കുമ്പോൾ കാര്യകാരണ ബോധത്തോടെ അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് സത്യമാണോ അല്ലയോ എന്ന് സ്വന്തമായ ഒരു തീരുമാനമെടുക്കാൻ പ്രാപ്തിയാകുന്നതിന് മുമ്പുള്ള പ്രായമാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രാപ്തിയാകുന്നതിന് മുമ്പേ ഉള്ള ആ കാലത്ത് തന്നെ മദ്രസയിൽ അയക്കപ്പെട്ട് യാതൊരു ചോദ്യവും പറച്ചിലുമില്ലാതെ അള്ളാഹുവാണ് ദൈവം, മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണ്, ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണ് എന്നൊക്കെ മസ്തിഷ്കത്തിലേക്ക് അടിച്ചു കയറ്റപ്പെട്ട ആൾക്കാരാണ് ഇവര്. അതുകൊണ്ടാണ് തങ്ങളുടെ വിശ്വാസത്തിനെതിരായി മറ്റുള്ളവർ ഉന്നയിക്കുന്ന കാര്യങ്ങളെ കേൾക്കാൻ പോലും ഇവർ തയ്യാറാകാത്തത്. പറ്റുകയല്ല. ഞങ്ങളൊക്കെ ക്രിസ്ത്യാനിറ്റിക്ക് എതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം പരിശോധിക്കുകയും അതിന് മറുപടി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. ഞങ്ങൾ കേൾക്കാതിരുന്നിട്ടൊന്നുമില്ല. നിങ്ങളുടെ വീഡിയോകൾ, ഞങ്ങൾക്കെതിരെ ഇറക്കുന്ന വീഡിയോ, എം അക്ബറിന്റെ വീഡിയോ ആയാലും ഏത് അലവലാദികൾ ഞങ്ങൾക്കെതിരെ പറഞ്ഞാലും ഞങ്ങൾ കേട്ടു നോക്കൂ, എന്താണ് ഇവൻ പറയുന്നതെന്ന് അറിയണ്ടേ. അല്ലെങ്കിൽ നിങ്ങൾ ഇറക്കിയിരിക്കുന്ന പുസ്തകങ്ങൾ, അക്ബറിന്റെ പുസ്തകങ്ങളൊക്കെ ഞാൻ വിശ്വാസത്തിൽ വന്ന ആ കാലം മുതലേ ഞാൻ വായിക്കാൻ തുടങ്ങുന്നതാണ് അക്ബറിന്റെയൊക്കെ പുസ്തകങ്ങൾ ക്രിസ്ത്യാനിറ്റിക്കെതിരെ ഉള്ളത്. ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങൾ ആരിലാണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന്. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഉറപ്പ് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന വ്യക്തി യേശുക്രിസ്തു ആരാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം എങ്ങനെയുള്ളവനാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ വിശ്വാസത്തിന് പ്രമാണമായിരിക്കുന്ന ഗ്രന്ഥം ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം അതെന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനം ഉറപ്പുള്ള പാറമേലാണ്. യേശുക്രിസ്തു എന്ന ഉറപ്പുള്ള പാറമേൽ അടിസ്ഥാനം ഇട്ട് പണിതിരിക്കുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും. ആ ധൈര്യത്തിലാണ് നിങ്ങളുടെ എന്ത് ചവറ് വന്നാലും ഞങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്നത്. കാരണം അത് ഈ ഉറപ്പൊക്കെ ഒറ്റയടിക്കങ്ങ് വന്നതല്ല. ഇന്ന് ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു, ക്രിസ്ത്യാനിയായി പിറ്റേ ദിവസം പോലെ ഈ ഉറപ്പൊന്നും എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല. അതും കൂടി പറയണമല്ല. പല പുസ്തകങ്ങൾ വായിച്ച് ഞങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾ പലതൊക്കെ വായിച്ചപ്പോൾ പല സംശയങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടായിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ശരി തന്നെയാണോ എന്നൊക്കെയുള്ള സംശയം എൻ്റെ ഉള്ളിൽ പിശാച് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ അത് ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടായ സമയത്ത് ഞാൻ ബൈബിളിലേക്ക് പോയി ബൈബിൾ പരിശോധിച്ച് നോക്കി, പിന്നെ ചരിത്രത്തിലേക്ക് പോയി ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച്, അങ്ങനെ പലവിധമായ പരിശോധനയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അത് കൃത്യമായിട്ട് ഉറപ്പ് വന്നത്. ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ആ ഉറപ്പ് കിട്ടിയത് അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ മറ്റേത് നിങ്ങൾ ഈ പറയുന്ന ആ ഉറപ്പ്, ഞങ്ങൾക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം ഉറപ്പാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അന്ധവിശ്വാസമാണ്, അന്ധവിശ്വാസം. കാരണം ഒന്നും പരിശോധിച്ച് നോക്കിയിട്ടൊന്നുമില്ല. കുട്ടിക്കാലത്ത് കേട്ടു, അത് അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിച്ചു.
അതിന്റെ കാര്യകാരണബോധത്തോടെ അത് ചിന്തിച്ചിട്ടില്ല. ഈ പറയുന്ന കാര്യത്തിന് ഇതെങ്ങനെ ശരിയാകും ഒരു ഇതുമില്ല, അതിന് റീസണബിൾ ആയിട്ട് ഒരു ചിന്ത ഒന്നും വന്നിട്ടില്ല. ചുമ്മാ അന്ധമായിട്ട് വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ വിശ്വാസം അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്കെതിരെ നിങ്ങൾ ഇറക്കുന്ന ഏത് വീഡിയോയും അല്ലെങ്കിൽ ഏത് പുസ്തകവും ഞങ്ങൾ വായിച്ചു നോക്കാനും മറുപടി പറയാനൊക്കെ തയ്യാറാകുന്നത്. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. സംസാരത്തിനിടയിൽ വിഷയത്തിൽ നിന്ന് അങ്ങ് തെന്നിപ്പോയി. OP ഇന്ത്യ ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വാർത്തയുടെ സോഴ്സ് OP ഇന്ത്യ ആണെന്നാണല്ലോ ഇവൻ പറഞ്ഞത്. അത് ഇവന്റെ അറിവില്ലായ്മ കൊണ്ടോ വിവരക്കേട് കൊണ്ടോ അബദ്ധവശാലോ ഇവൻ പറഞ്ഞതല്ല. മനഃപൂർവ്വം ഇവൻ നുണ പറഞ്ഞതാണ്. OP ഇന്ത്യയുടെ പേജിൽ കയറി ഇവൻ നോക്കിയപ്പോൾ ഈ OP ഇന്ത്യക്കാർ ഈ വാർത്തയുടെ സോഴ്സ് കൊടുത്തിട്ടുള്ളത് ഈ ഇമ്രാൻ കുഞ്ഞ് തീർച്ചയായും കണ്ടിട്ടുണ്ടാകും. കാരണം ആര് കയറി നോക്കിയാലും അത് കാണാം. OP ഇന്ത്യ ശൂന്യതയിൽ നിന്നും വാർത്തയുണ്ടാക്കിയിട്ട് അതങ്ങ് പോസ്റ്റ് ചെയ്യായിരുന്നില്ല. നൈല ഇനായത്ത് എന്ന പാകിസ്ഥാനിലെ അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തക ഈ വാർത്ത ട്വീറ്റ് ചെയ്യുകയുണ്ടായി. ആ ട്വീറ്റ് സഹിതമാണ് OP ഇന്ത്യ ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിലൊന്നൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആ നൈല ഇനായത്ത് ആരാണെന്ന് നമുക്കറിയാം. പാകിസ്ഥാനിൽ ജീവിക്കുന്ന പാകിസ്ഥാനിയായ പത്രപ്രവർത്തകയാണ് അവര്. അതായത് ഈ വാർത്തയുടെ സോഴ്സ് OP ഇന്ത്യ ആണെന്ന് ഇവൻ പറഞ്ഞത് അറിവില്ലായ്മയോ വിവരക്കേടോ അല്ല, തികഞ്ഞ ബോധ്യത്തോട് കൂടെ തന്നെ ഇവൻ നുണ പറഞ്ഞതാണ്. OP ഇന്ത്യക്ക് ഈ വാർത്ത എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഇവന് വ്യക്തമായിട്ട് അറിയാം. ആ പേജ് ഓപ്പൺ ചെയ്ത് നോക്കുന്ന ഏതൊരാൾക്കും അത് അറിയാൻ പറ്റും. പാകിസ്ഥാനിലുള്ള മുസ്ലിമായ ഒരു പത്രപ്രവർത്തകയിൽ നിന്നാണ് OP ഇന്ത്യ ഈ വാർത്ത ക്വാട്ട് ചെയ്തിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് ഇവൻ പറയുകയാണ് ഈ വാർത്ത BJP IT സെല്ലിന്റെ കീഴിലുള്ള OP ഇന്ത്യയുടെ സൃഷ്ടിയാണ്. അവരിൽ നിന്ന് മറ്റുള്ളവരെല്ലാം ഈ വാർത്ത ഒപ്പിയെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇത് ലോകമെങ്ങും പരന്നത് എന്ന്. ഇസ്ലാം മതം എങ്ങനെയാണ് ഒരു മനുഷ്യനെ അന്ധമായ വർഗീയതയിലേക്കും മതഭ്രാന്തിലേക്കും നയിക്കുന്നതെന്നറിയാൻ ഈ അറേബ്യൻ ജിഹാദിയെ നിങ്ങൾ നോക്കിയാൽ മതി. 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പാകിസ്ഥാനിൽ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് മതം മാറ്റുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്ത കേസ് സത്യമാണെന്നറിഞ്ഞിട്ടും ഇസ്ലാമിനെയും അതിലേറെ പാകിസ്ഥാനെയും ന്യായീകരിക്കാൻ വേണ്ടി ഇത്രയേറെ കള്ളം ചമയ്ക്കാൻ ഇവനെപ്പോലെ മതഭ്രാന്ത് പിടിച്ചവർക്കല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുക? ആർക്കാ സാധിക്കാതെ? ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഒരു ക്യാമ്പയിൻ ആരംഭിച്ചപ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ട് അത് BJP IT സെല്ലും അവരുടെ ആസനം താങ്ങികളായ കുരിശ് കൃഷിക്കാരും കൂടി പാകിസ്ഥാനെയും ഇസ്ലാമിനെയും മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി പടച്ചുവിട്ട കള്ളക്കഥകളാണെന്നും പറഞ്ഞ് പരിഹസിക്കാൻ നടക്കുന്ന ഇവനെയൊക്കെ മനുഷ്യന്റെ ഗണത്തിൽ കൂട്ടാൻ പറ്റുന്നതാണോ? ഇവനെയൊക്കെ മനുഷ്യനായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുമോ? കാശ്മീരിൽ ആസിഫ കൊല്ലപ്പെട്ടപ്പോൾ അതിന്റെ പേരിലുണ്ടായ ക്യാമ്പയിനിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ പോയിട്ട് നിങ്ങൾ എൻ്റെ ടൈം ലൈൻ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ആ സമയത്ത് കാണാം ഒരു 19 വീഡിയോയെങ്കിലും അല്ലെങ്കിൽ 19 പോസ്റ്റുകളെങ്കിലും ആസിഫ വിഷയത്തിൽ ഞാൻ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് അവിടെ കാണാം. ഞാൻ എഴുതിയതും കാണാം. അപ്പൊ ആസിഫയ്ക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ കിടന്ന് പ്രകടനം നടത്തുന്നവനൊക്കെ പക്ഷേ പാകിസ്ഥാനിൽ 100 ആസിഫമാരുണ്ടായാലും അതിനെതിരെ പ്രതികരിക്കില്ല എന്നത് പോട്ടെ, പ്രതികരിക്കുന്നവരെ പരിഹസിക്കാനും നടക്കും. അതും ചെയ്യും. ഇവന്റെ പെൺമക്കൾക്ക് ഇങ്ങനെ സംഭവിക്കട്ടെ, അപ്പോൾ ഇവനിതിന്റെ വിഷമം മനസ്സിലാകുമെന്നാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇവന്റെ എന്നല്ല, ഒരാളുടെയും പെൺമക്കൾക്ക് ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയാൻ പറ്റും. അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. കാരണം 2 പെൺമക്കൾ എനിക്കും ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ കാര്യം ഇവനോട് പറയാത്തത്. നമുക്ക് ഇവന്റെ അടുത്ത ക്ലിപ്പ് കേൾക്കാം. പിന്നെ രണ്ടാമത്തെ persecution.com അതും പാകിസ്ഥാൻ അത് ഇതൊക്കെ എഴുതും. പക്ഷെ ലാസ്റ്റ് ഇന്ത്യയിലെ കൊണ്ടിട്ടാവും. ഇന്ത്യൻ വെബ്സൈറ്റ് ആണ്, ഇന്ത്യയിൽ പോയിട്ട് അവസാനിക്കുക. അവന്റെ ബോഡി ലാംഗ്വേജും മുഖഭാവവും നിങ്ങൾ ശ്രദ്ധിച്ചോ? പാകിസ്ഥാനും ഇസ്ലാമിനും വേണ്ടി തക്കിയ പ്രയോഗിക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന അനിർവചനീയമായൊരു ആഹ്ലാദം അത് എത്രത്തോളം ഉണ്ടെന്ന് ആ ബോഡി ലാംഗ്വേജ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. persecution.org ഇന്ത്യൻ വെബ്സൈറ്റ് ആണ്. സംഘികളുടെ IT സെല്ലിക്ക് അതിന് കീഴിൽ വരുന്നതാണെന്നാണ് ഇവൻ പറയുന്നത്. വാസ്തവം പറഞ്ഞ സംഘികൾക്കെതിരെ ഇത്രയധികം വാർത്ത കൊടുക്കുന്ന മറ്റൊരു അന്താരാഷ്ട്ര ക്രിസ്ത്യൻ വെബ്സൈറ്റ് ഇല്ല എന്ന് തന്നെ പറയാം. 1995 അമേരിക്കയിൽ സ്ഥാപിതമായ ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ അഥവാ ICC എന്നറിയപ്പെടുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന ക്രിസ്ത്യൻ മനുഷ്യാവകാശ സംഘടനയുടെ വെബ്സൈറ്റാണ് persecution.org. അതിനെയാണ് ഇവൻ ഇന്ത്യൻ വെബ്സൈറ്റാക്കി മാറ്റിയിരിക്കുന്നത്. മനുഷ്യാവകാശങ്ങളെപ്പറ്റി പൊതുജന അവബോധം വളർത്തുന്നതിനും പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വാദിക്കുന്നതിനുമാണ് ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ എന്ന സംഘടന പ്രവർത്തിക്കുന്നത്. പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളെ ആത്മീയവും മറ്റ് പ്രായോഗികവുമായ മാർഗങ്ങളിലൂടെ ICC സഹായിക്കുന്നു.
മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനുള്ള നയങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് ഗവേഷണവും വിലയിരുത്തലും നൽകുന്നതിന് അമേരിക്കൻ കോൺഗ്രസിനെയും എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിനെയും ഈ സംഘടന സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ഡിസ്ക്രിപ്ഷനിൽ ചെന്നാൽ നമുക്ക് കാണാം, അവർ കൊടുത്തിരിക്കുന്നതാണ്. ഇനി ആ വെബ്സൈറ്റ് നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ചാൽ, ആ വെബ്സൈറ്റ് നമ്മളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ സംഘപരിവാർ നടത്തുന്ന പീഡനങ്ങളും അതുപോലെ ഇറാനിലെ ക്രിസ്ത്യാനികൾ നേരിടുന്ന പീഡനങ്ങളും മലേഷ്യയിലെ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പീഡനങ്ങളും അൾജീരിയയിലെ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പീഡനങ്ങളും പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പീഡനങ്ങളും ക്രൈസ്തവ പീഡനങ്ങൾ കരുതി വരുത്താൻ വേണ്ടി ഒരു അൾജീരിയൻ പ്രസിഡന്റിന് കത്തയച്ചതും ഇന്തോനേഷ്യയിലെ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പീഡനങ്ങളും നൈജീരിയയിലെ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പീഡനങ്ങളും ഫിലിപ്പീൻസിലെ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പീഡനങ്ങളും തുർക്കിയിലെ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പീഡനങ്ങളും മ്യാൻമാറിലെ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പീഡനങ്ങളും ചൈനയിലെ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പീഡനങ്ങളും ബോക്കോ ഹറാമിന്റെ ക്രൂരതകളും കെരിയയിലെയും സിറിയയിലെയും ക്രൈസ്തവർ അനുഭവിക്കുന്ന പീഡനങ്ങളും മുസ്ലിം രാജ്യമായ മാലിയിലെ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പീഡനങ്ങളും നൈജീരിയയിലെ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ, ഈജിപ്തിലെ ക്രിസ്ത്യാനികൾ നേരിടുന്ന പീഡനങ്ങളെയും കുറിച്ചൊക്കെ persecution.org റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സൈറ്റിൽ പോയാൽ മതി, നിങ്ങൾക്കതൊക്കെ അവിടെ കാണാം. ഉത്തരേന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളെക്കുറിച്ച് ധാരാളം റിപ്പോർട്ടുകൾ അവർ നൽകിയിട്ടുണ്ട്, ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പൊ ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ ഏതൊക്കെ രാജ്യങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം അവർ കൊടുത്തിട്ടുണ്ട്. അവർ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുടെ, ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുടെ മാപ്പാണ് ഈ കാണുന്നത്. അമേരിക്ക കേന്ദ്രീകരിച്ചുകൊണ്ട് ലോകം മുഴുവൻ പ്രവർത്തിക്കുന്ന ഈ കൂട്ടരെ കുറിച്ചാണ് ഇമ്രാൻ കുഞ്ഞ് പറയുന്നത് പാകിസ്ഥാനെ ലോകത്തിന്റെ മുമ്പിൽ നാണം കെടുത്താൻ വേണ്ടി BJP IT സെല്ല് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഇന്ത്യൻ വെബ്സൈറ്റ് ആണിതെന്ന്. നമുക്ക് അവന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കേട്ടു നോക്കാം. persecution.org കുറിച്ച് ഇത്രയെങ്കിലും മനസ്സിലാക്കിയതിന് ശേഷം അവൻ പറയുന്നത് കേൾക്കുമ്പോൾ, അവന്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അടി മുതൽ മുടി വരെ ഓരോ കോശത്തിലും വർഗീയ വിഷവും മതഭ്രാന്തും നിറഞ്ഞു തുളുമ്പി നടക്കുന്ന ഒരുത്തനാണ് ഈ ഇമ്രാൻ കുഞ്ഞ് എന്നുള്ള സത്യം. മാത്രമല്ല അവന്റെ വ്യൂവേഴ്സ് ആയിരിക്കുന്നവര് ഇത് അങ്ങനെ തന്നെ ആസ്വദിക്കുന്നവരുമാണ്. ഇതേ മതഭ്രാന്ത് അവരുടെ ഉള്ളിലും ഒട്ടും കുറയാതെ തന്നെ ഉണ്ട്. ആ ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടു നോക്കാം. പിന്നെ രണ്ടാമത്തെ persecution.com, അതും പാകിസ്ഥാൻ അത് ഇതൊക്കെ എഴുതും, പക്ഷെ ലാസ്റ്റ് ഇന്ത്യയിലെ കൊണ്ടിട്ട് ഇന്ത്യൻ വെബ്സൈറ്റ് ആണ്, ഇന്ത്യയിൽ പോയിട്ട് അവസാനിക്കുക. 10 വർഷത്തിന് മുകളിലായി ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലുമായി ധാരാളം മുസ്ലിങ്ങൾക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നുവരെ ഇവനെപ്പോലെ ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രമാത്രം മതഭ്രാന്ത് നിറഞ്ഞ, ഇത്രമാത്രം വർഗീയത നിറഞ്ഞ, ഇത്രമാത്രം അന്യമത വിദ്വേഷം നിറഞ്ഞ, ഇത്രമാത്രം പാകിസ്ഥാനെ സ്നേഹിക്കുന്ന, ഇത്രമാത്രം സത്യത്തെ വളച്ചൊടിക്കുന്ന, ഇത്രമാത്രം അസത്യത്തെ പ്രചരിപ്പിക്കുന്ന ഒരുത്തനെ ഈ 10 വർഷത്തിലധികമുള്ള എൻ്റെ സോഷ്യൽ മീഡിയ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. സോഷ്യൽ മീഡിയ ജീവിതത്തിൽ മാത്രമല്ല, പുറമേയുള്ള എൻ്റെ റിയൽ ലൈഫിൽ, ഈ സോഷ്യൽ മീഡിയയെല്ലാം പോയിട്ട് പുറമേയുള്ള ലോകമുണ്ടല്ലോ, അവിടെയും. ഇപ്പം എനിക്ക് 44 വയസ്സായി. ഈ 44 വർഷത്തിനിടയിൽ ഇങ്ങനെ ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. ഇവനെയൊക്കെ താങ്ങി നടക്കുന്ന മുസ്ലിങ്ങളുടെ അവസ്ഥ ഓർക്കുമ്പോഴാണ് സഹതാപം തോന്നുന്നത്. ഇവനൊക്കെ ഇത്ര വർഗീയത നിറഞ്ഞ ഒരുത്തനെ പൊക്കിക്കൊണ്ട് നടന്ന് അവന് കീജയി വിളിച്ചുകൊണ്ട് നടക്കുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ. കഷ്ടം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. നമുക്ക് അറേബ്യൻ ജിഹാദിയുടെ അടുത്ത ക്ലിപ്പ് കേട്ട് നോക്കാം. പിന്നെ ബർണാബ് ഷോ പറഞ്ഞൊരു വെബ്സൈറ്റ്, അത് ക്രിസ്ത്യാനികളുടെ വെബ്സൈറ്റ് ആണ്. ബർണാബ് ഷോ അല്ല ചങ്ങാതി, ബർണബാസ് ഫണ്ടാണ്. മര്യാദയ്ക്ക് വായിക്കാൻ അറിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടൊക്കെ ഒന്ന് വായിപ്പിച്ച് നോക്കിയിട്ടെങ്കിലും വീഡിയോ ചെയ്യുന്നത് നല്ലതാണ്. ബർണാബ് ഷോ അത്രേ, ബർണബാസ് ഫണ്ടാണ്. ഇത് ഇന്ത്യൻ സൈറ്റ് അല്ല, ബ്രിട്ടൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ സന്നദ്ധ സംഘടനയാണ്. അവർ ആരാണെന്നുള്ളത് അവരുടെ വെബ്സൈറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്. വിവേചനവും പീഡനവും അനുഭവിക്കുന്ന ക്രിസ്തീയ സഹോദരീ സഹോദരന്മാരെ സഹായിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വിശ്വാസത്തിനു വേണ്ടിയുള്ള അവരുടെ സഹനത്തിന്റെ കഥകൾ പുറം ലോകത്തെ അറിയിക്കാനും വേണ്ടി നിലകൊള്ളുന്നവരാണ് ബർണബാസ് ഫണ്ട്. അതിനെയും പിടിച്ചവൻ BJP IT സെല്ലിന്റെ സൃഷ്ടിയാക്കിയിരിക്കുകയാണ്. ബർണബാസിനെ കുറിച്ച് അവൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ ഒരിക്കൽ കൂടി ആ ക്ലിപ്പ് ഇടാം. പിന്നെ ബർണാബ് ഷോ പറഞ്ഞൊരു വെബ്സൈറ്റ്, അത് ക്രിസ്ത്യാനികളുടെ വെബ്സൈറ്റ് ആണ്. അതൊരു ക്രിസ്ത്യൻ ചാനലാണെന്നും പറഞ്ഞ് അവൻ അതിനെ അങ്ങ് ഒറ്റയടിക്ക് ഒഴിവാക്കി വിടുകയാണ്.
കൂടുതലൊന്നും വിശദീകരണമൊന്നുമില്ല. അതെ, ബർണാബ് ഷോ അതൊരു ക്രിസ്ത്യൻ ചാനലാണ്, അത് പറഞ്ഞാൽ വിടുക. അതിലൂടെ ഇവന്റെ പ്രേക്ഷകരായ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ക്രിസ്ത്യൻ ചാനലിൽ വരുന്ന വാർത്തകളൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്, അത് വ്യാജമാണ്. ക്രിസ്ത്യാനികൾ പാകിസ്ഥാനെ കുറിച്ച് പറയുന്നതെല്ലാം കള്ളമാണെന്നാണ് ഇവൻ അതിലൂടെ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ്. പ്രസിദ്ധീകരിക്കപ്പെട്ടൊരു വാർത്തയുടെ ആധികാരികത പരിശോധനാ വിധേയമാക്കി അത് വ്യാജ വാർത്തയാണ്, നിങ്ങളത് വിശ്വസിക്കരുതെന്ന് ഒരുത്തം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് മാത്രമല്ല നമ്മളും അത് അംഗീകരിക്കും. പക്ഷെ ഇവൻ അതല്ല ചെയ്യുന്നത്. ഇവൻ വാർത്ത വന്ന വെബ്സൈറ്റുകാരുടെ മതം നോക്കുകയാണ്. അത് ഇസ്ലാം മതക്കാരുടെ വെബ്സൈറ്റ് അല്ല എന്ന ഏക കാരണം കൊണ്ട്, അല്ലെങ്കിൽ അത് ക്രിസ്ത്യാനികളുടെ വെബ്സൈറ്റ് ആണെന്നുള്ള ഏക കാരണത്താൽ ആ വാർത്ത വിശ്വസിക്കേണ്ടതില്ല എന്നാണ് ഇവന്റെ പ്രേക്ഷകരോട് പറയുന്നത്. ഇങ്ങനെ ഓരോ കോശത്തിലും മതഭ്രാന്ത് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു വർഗീയ വിഷത്തിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇവനെയൊക്കെ താങ്ങി നടക്കുന്ന മുസ്ലിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിങ്ങളോട് ചെയ്യുന്ന ദ്രോഹം എത്ര വലുതാണെന്ന് ഭാവിയിൽ നിങ്ങൾ മനസ്സിലാകും. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അന്ന് നിങ്ങൾ ദുഃഖിക്കുക മാത്രമല്ല, നിങ്ങൾ കരയുകയും ചെയ്യും. പക്ഷെ ആ ദുഃഖം കൊണ്ടോ കരച്ചിലോ കൊണ്ടോ ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ആ വിധത്തിൽ കേരള സമൂഹത്തിനകത്തുള്ളൊരു ധ്രുവീകരണമാണ് ഇവ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആത്യന്തികമായ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് മറ്റുള്ളവർക്കൊക്കെ നഷ്ടം ഉണ്ടാകും. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ആ നഷ്ടം വരുന്നത് കണക്കും കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ അത് ഇസ്ലാമിക സമൂഹത്തിനാണ്, മുസ്ലിങ്ങൾക്കാണ്. അതും കൂടി ഞാൻ ദീർഘവീക്ഷണത്തോടു കൂടി പറഞ്ഞു തരാം. സംഭവിക്കാൻ പോകുന്നത് അതാണ്. നമുക്ക് ഇതിന്റെ അടുത്ത ക്ലിപ്പ് നോക്കാം. പിന്നെ ബാക്കി നിങ്ങൾ കാണുന്ന ഫുള്ള് ട്വിറ്റർ, ഫേസ്ബുക്ക് ഇതൊക്കെ ഫുൾ ഇന്ത്യക്കാരുണ്ടാക്കിയതാണ്, ഇന്ത്യയിൽ ഇരുന്ന് ഉണ്ടാക്കിയ ആൾക്കാരാണ്. ഇതിലാണ് ഈ വാർത്തകൾ നിറച്ചണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരേ വാർത്ത ഒരുപാട് സംഗതിയിൽ വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ഇതിനോട് ഏറ്റെടുക്കും. കാരണം ഇത് ഏറ്റവും ട്രെൻഡിങ് ന്യൂസാന്ന് പറഞ്ഞിട്ട് ഏറ്റെടുക്കും. ആ ഏറ്റെടുക്കൽ മാത്രമേ ഇവർക്ക് ആവശ്യമുള്ളൂ. ആ ഏറ്റെടുക്കുന്നതോട് കൂടിയിട്ട് പിന്നെ ആരെന്ത് സെർച്ച് ചെയ്താലും എന്തെങ്കിലും ഒരു ന്യൂസിൽ സെർച്ച് ചെയ്താൽ ഫസ്റ്റ് ഇതാ വരിക. ആ ട്രിക്കിന്ന് ഇവർ മാത്രമല്ല നിരവധി പ്രൊപ്പഗാൻഡ ഉണ്ടാക്കുന്ന പല രാജ്യങ്ങളത്തെ ഗവൺമെന്റുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിപ്പോ ഈ BJP ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണ ഉള്ള കാരണം തന്നെ, പിന്നെ ഫണ്ട് ചെയ്യണ കാരണം ഇങ്ങനെ പ്രൊപ്പഗാൻഡ ഉണ്ടാക്കണേന്ന് പൈസ കിട്ടുകയാണ്. അപ്പൊ ഉണ്ടാക്കാലും എത്ര വേണമെങ്കിലും. അപ്പൊ പൈസ കിട്ടുമ്പോൾ അത് ചില്ലറ പൈസ അല്ല, മാസം ലക്ഷങ്ങളാണ് കിട്ടുന്നത് ഓരോരുത്തർക്ക്. അപ്പൊ ഇങ്ങനത്തെ ഉണ്ടാക്കിയിട യാതൊരു പ്രശ്നമില്ല, അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ മരിയ ഷഹബാസിനെ കുറിച്ച് വാർത്ത വന്ന വെബ്സൈറ്റുകളെല്ലാം ഇന്ത്യയിലിരുന്ന് ഓരോരുത്തർ ഉണ്ടാക്കിയതാണെന്നാണ് ഇവൻ പറയുന്നത്. പാകിസ്ഥാനെ നാണം കെടുത്താൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് ലക്ഷങ്ങൾ ഫണ്ട് ചെയ്ത് ഓരോരുത്തരെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണത്രത്തെ ഈ വെബ്സൈറ്റുകളും പിന്നെ ട്വിറ്ററിലെയും ഫേസ്ബുക്കുകളിലെയും അക്കൗണ്ടുകളും ഒക്കെ. ഇവനീ നുണ പറയുന്നത് പാകിസ്ഥാന് വേണ്ടിയാണെന്ന് ഓർക്കണം. ഇന്ത്യ ഭരിക്കുന്നത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അത് BJP ഗവൺമെന്റ് എന്നല്ല, ഇന്ത്യൻ ഗവൺമെന്റ് ആണ്. പുറം ലോകത്ത് അറിയപ്പെടുന്നത് ഇന്ത്യൻ സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് എന്നാണ്. അല്ലാതെ BJP പുറമെയുള്ള ആരും പറയില്ല അത് BJP സർക്കാർ എന്ന്. പുറം നാടുകളിൽ ഉള്ളവർക്ക് അത് ഇന്ത്യൻ ഗവൺമെന്റ് ആണ്. സ്വന്തം രാജ്യത്തെ ഗവൺമെന്റിനെ നാണം കെടുത്തിയിട്ട് പാകിസ്ഥാനെ സംരക്ഷിക്കാൻ ഇവൻ കാണിക്കുന്ന വ്യഗ്രതയും അതിന് ആമീൻ പറയുന്ന ഇവന്റെ മദ്രസ പൊട്ടന്മാരായ ഫാൻസും ഈ നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് ചെയ്യുന്ന ദ്രോഹം എത്ര വലുതാണെന്ന് ഇവനൊക്കെ ഇനി അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. അത് ഞാൻ ആവർത്തിച്ച് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ള കാര്യം ഇപ്പോഴേ കാണാൻ കഴിയുന്നതുകൊണ്ടാണ്. ഭാവിയിൽ നമുക്കറിയാം, ഒരുത്തം മഴ നനഞ്ഞ് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരോട് പറയും കയറി നിൽക്കണമോ, അല്ലെങ്കിൽ നാളെ ജലദോഷം അല്ലെങ്കിൽ പനി വരും എന്ന് പറഞ്ഞു. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്താ, മഴ കൊണ്ടു കഴിഞ്ഞാൽ തലയൊക്കെ ഇങ്ങനെ നനഞ്ഞ് ഇങ്ങനെ കാണുന്നു കഴിഞ്ഞാൽ പനി വരും അല്ലെങ്കിൽ ജലദോഷം വരും. അത് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരുത്തിനും അറിയാം. അതേപോലെ തന്നെയാണ് ഇവന്റെ ഈ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ ഇതൊന്നും മനസ്സിലാക്കാൻ വലിയ ജ്ഞാനൊന്നും വേണ്ട, വലിയ പഠിപ്പോ വിവരോ വലിയ ഇതൊന്നും വേണ്ട. ഇവന്റെയൊക്കെ ഈ പോക്ക്, ഇവനെ സപ്പോർട്ട് ചെയ്യുന്നവന്മാരുടെയൊക്കെ ഈ പോക്ക് ഇതെവിടെ കൊണ്ട് ചെന്നെത്തിക്കുമെന്നുള്ള കാര്യം അതറിയണമെങ്കിൽ സാമാന്യ ബുദ്ധി മതി. അതുള്ളത് കൊണ്ടാണ്, സാമാന്യ ബുദ്ധി അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ ഇവൻ പ്രൊപ്പഗണ്ടയെ കുറിച്ച് പറഞ്ഞല്ലോ. വാസ്തവത്തിൽ നുണകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇവരാണ്. നാം ആദ്യം കണ്ടു ഒരു ജിഹാദി ഡോക്ടർ മരിയ ഷഹബാസ് കേസിനെ കുറിച്ച് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ നുണ പ്രചരിപ്പിച്ച് പാകിസ്ഥാനെ കുറ്റവിമുക്തനാക്കാൻ ശ്രമിച്ചത്. ഒരു ഡോക്ടർ എന്ന നിലയിൽ സമൂഹത്തിൽ അയാൾക്ക് ലഭിക്കുന്ന ഒരു ബഹുമാനമുണ്ട്, ഒരു മാന്യതയുണ്ട്. ആ മാന്യതയെ മുതലെടുക്കാനാണ് ആ ജിഹാദി തുനിഞ്ഞത്. അയാളുടെ അറിവില്ലായ്മ കൊണ്ട് ഇട്ട പോസ്റ്റ് അല്ല അത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ വീഡിയോകളിലൂടെ, കഴിഞ്ഞ വീഡിയോയിലും പിന്നെ ഇപ്പോഴത്തെ ഈ വീഡിയോയിലും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പാകെ കാണിച്ച തെളിവുകളും ഇനി കാണിക്കാൻ പോകുന്ന തെളിവുകൾ, ഇപ്പൊ ഇതുവരെ കാണിച്ചത് മാത്രമല്ല ഇനി കാണിക്കാൻ പോകുന്ന തെളിവുകളൊക്കെ ഞാൻ അവിടെ നിരത്തിയപ്പോൾ അയാൾ ഒരു സോറി പറഞ്ഞുകൊണ്ട് ആ പോസ്റ്റ് പിൻവലിക്കുമായിരുന്നു. അതാണ് മാന്യനായിരുന്നെങ്കിൽ. അല്ലെങ്കിൽ അയാളുടെ അറിവില്ലായ്മ കൊണ്ട്, വിവരക്കേട് കൊണ്ട് അയാൾ ഇട്ടതാണ്, തെറ്റിദ്ധാരണ കൊണ്ടൊരു പോസ്റ്റ് ഇട്ടതാണെങ്കിൽ
കാരണം അത് അയാളുടെ സ്വന്തമൊന്നുമല്ല. ഇതൊക്കെ വാട്സാപ്പിലൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവന്മാർ പ്രചരിപ്പിക്കുന്നതാണ്. ആ കിട്ടിയ സാധനം ഇയാൾ ഫേസ്ബുക്കിൽ ഇട്ടതാണ്. അപ്പം അങ്ങനെ ഇട്ട ആ സാധനം അറിവില്ലായ്മ കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ഇത്രയും തെളിവ് നിരത്തി വസ്തുത ഇതാണ് സഹോദര എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അത് പിൻവലിക്കേണ്ടതായിരുന്നു. പക്ഷെ അയാൾ ചെയ്തത് ഞാൻ അവിടെ ഇട്ട തെളിവുകളൊക്കെ ഡിലീറ്റ് ചെയ്യുകയും പിന്നെ എന്നെ ബ്ലോക്ക് ചെയ്യുകയായിരുന്നു. അതായത് വ്യക്തമായ ഒരു അജണ്ടയോടുകൂടെയാണ് അവൻ ആ പോസ്റ്റ് അവിടെ ഇട്ടിരിക്കുന്നത്. ആ ജിഹാദി ഡോക്ടർ ആ പോസ്റ്റ് അവിടെ ഇട്ടിരിക്കുന്നത് വ്യക്തമായ ഒരു അജണ്ടയുടെ പുറത്താണ്. അവൻ അവിടെ പോസ്റ്റാക്കിയിട്ട അതേ കഥയാണ് ഇവൻ ഈ അറേബ്യൻ ജിഹാദി യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ഇട്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇവന്മാരുടെ ഒന്നും അല്ല, ഇത് വേറെ സോഴ്സിൽ നിന്നാണ് വരുന്നത്. വാട്സാപ്പിൽ വഴി പ്രചരിപ്പിക്കുന്നു, ടെലഗ്രാമിൽ ഇടുന്നു, അങ്ങനെ അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഫേസ്ബുക്കിൽ ചിലവരിടുന്നു, ഇവനത് വീഡിയോ ആക്കിയിട്ട് വിട്ടു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ കഥ ഇവന്റെ വീഡിയോയിൽ ഇവൻ പറഞ്ഞിരിക്കുന്ന ഇതേ കഥ തന്നെയാണ് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ടെലഗ്രാമിലും ഒക്കെ ഇമ്രാൻ കുഞ്ഞുങ്ങൾ തുടരെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ എല്ലാവരുടെയും സോഴ്സ് വേറെ ഏതോ ഒരിടത്ത് നിന്നാണ്. അവർ എഴുതി കൊടുക്കുന്നത് ഇവന്മാർ പോസ്റ്റ് ചെയ്യുന്നു. ചിലരതൊക്കെ അല്പമൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ട്, അവരുടേതായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവരങ്ങ് കൂട്ടിച്ചേർത്തിട്ട് അങ്ങ് ഇത് ചെയ്യുന്നുണ്ട്. കൂടുതൽ തള്ളുകൾ അവന്മാരങ്ങ് ഇടയിൽ ചേർത്തിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ബാക്കി പലരും ഒരു എഡിറ്റിങ്ങും ഇല്ല, അങ്ങനെ തന്നെ അത് കണ്ടിടത്തെല്ലാം കൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഈ അറേബ്യൻ ജിഹാദി എന്ത് ചെയ്തു? അത് വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്തു. മറ്റുള്ളവരൊക്കെ പോസ്റ്റുകളൊക്കെ ആയിട്ട് ഇടുമ്പോൾ ഇവനത് വീഡിയോ ആയിട്ട് ചെയ്തു. പാകിസ്ഥാനിൽ നടക്കുന്ന ന്യൂനപക്ഷ പീഡനങ്ങളെക്കുറിച്ച് പുറം ലോകം അറിയാതിരിക്കാൻ ISI കോടിക്കണക്കിന് ഡോളർ ഓരോ വർഷവും പ്രൊപ്പഗണ്ടയ്ക്ക് മാത്രമായി ചെലവാക്കുന്നുണ്ട്, ഓരോ വർഷവും. അപ്പോൾ ഓരോരോ രാജ്യങ്ങളിൽ പാകിസ്ഥാനെ വെള്ളപൂശാൻ വേണ്ടി അവർക്ക് ഏജന്റുമാരുണ്ട്. അവർ തയ്യാറാക്കി കൊടുക്കുന്ന കഥകൾ പ്രചരിപ്പിക്കുക എന്നാണ് ഈ ഏജന്റുമാരുടെ ജോലി. അവർക്ക് അതിനും കൃത്യമായി മാസാമാസം ശമ്പളം അവരുടെ അക്കൗണ്ടിൽ എത്തുന്നുമുണ്ട്. അപ്പോൾ അവന്മാർ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾ, എന്തെങ്കിലുമൊക്കെ സമൂഹം ബഹുമാനിക്കുന്ന തരത്തിലുള്ള ആൾക്കാരൊക്കെയാണ്. അവരൊക്കെയാണ് ഇവരുടെ ഏജന്റുമാരായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഏജന്റുമാരുടെ മണ്ടന്മാരായ ഫാൻസ് ഉണ്ട്. ആ ഫാൻസ് അവന്മാർക്കൊന്നും 5 പൈസ കിട്ടില്ല. ഇവന്മാർക്കാണ് മറ്റൊരു കോടിക്കണക്കിന് ഡോളർ ചെലവാക്കുന്ന പറയുന്നില്ല. അത് ഇവന്മാർ ഉള്ളവർക്കൊക്കെയാണ്, ലക്ഷങ്ങളൊക്കെ ഇവരുടെ അക്കൗണ്ടിൽ വരും. പക്ഷേ ഈ ഫാൻസിനൊന്നുമില്ല. ഫാൻസ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ആ വീഡിയോ ഉണ്ടായി അത് ഷെയർ ചെയ്യുന്നു, അതിന്റെ ലിങ്ക് അവിടെ കൂടെ ഒക്കെ കൊണ്ട് ഒട്ടിക്കുന്നു. പിന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ പോസ്റ്റ് ഷെയർ ചെയ്യുന്നു, പോസ്റ്റിന്റെ ലിങ്കുകൾ അവിടെ കൂടെ ഒട്ടിക്കുന്നു. പിന്നെ വാട്സാപ്പ് വഴി ആ പോസ്റ്റ് പ്രചരിപ്പിക്കുന്നു. അതൊക്കെ അങ്ങനെ ചെയ്തിട്ട് അതിനെ വൈറലാക്കും. അതാണ് അവരുടെ പണി. എന്നാൽ ഇവന്മാരാണ് ഈ ലെവലിലൊക്കെ ചെയ്ത് പൈസ വരുത്തവന്മാർ, ബുദ്ധിയുള്ളവർ, കാശുണ്ടാക്കാൻ അറിയാവുന്നവന്മാർ ഇവന്മാരാണ്. മറ്റേ മണ്ടന്മാരായ അണികൾക്ക് പിന്നെ അതൊന്നും അറിയില്ല. അവർ സമയമൊക്കെ കളഞ്ഞ് ഡാറ്റയൊക്കെ കളഞ്ഞ് ഈ നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ലെവലിലാണ് ഇതിന്റെ പോക്ക്, ഇതിന്റെ സിസ്റ്റം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇവന്മാരുടെ. അതുപോലെ മറ്റൊന്നുമുണ്ട്. ഇന്ത്യക്കകത്ത് ഏതെങ്കിലും മുസ്ലിമിന് വിവേചനം നേരിടേണ്ടി വന്നാലോ അല്ലെങ്കിൽ സംഘപരിവാറിൽ നിന്നൊരു അതിക്രമം നേരിടേണ്ടി വന്നാലോ അത് ആഗോളതലത്തിൽ തന്നെ പ്രചരിപ്പിക്കാൻ ISI പ്രത്യേക ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അത് ഇന്ത്യയെ പുറം ലോകത്തിന്റെ മുമ്പിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. 2 വിധത്തിലാണ് ഇവരുടെ ഈ ഏജന്റുമാർ. ഒന്ന് പാകിസ്ഥാന് വേണ്ടിയിട്ട്, മറ്റൊന്ന് ഇന്ത്യയെ ഇകഴ്ത്താൻ വേണ്ടിയിട്ട്. ഇങ്ങനെ 2 വിധത്തിലുണ്ട്. അപ്പോൾ ഇവന്മാർ ഇങ്ങനെ ഇന്ത്യയിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു സംഭവം, ഒരു മുസ്ലിമിനെതിരെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അതിനെ അങ്ങ് പർവ്വതീകരിച്ച് വലിയ ഇവന്മാർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, വാട്സാപ്പിൽ എഴുതുന്നു. പിന്നെ ഇവരുടെ തന്നെ യൂട്യൂബ് ചാനലുകൾ ഇഷ്ടം പോലെയുണ്ട്. അത് വിശ്വാസയോഗ്യത എന്ന് പറയുന്നത് ഒട്ടുമില്ലാത്ത സാധനമാണ്. ഒരു വിശ്വാസയോഗ്യതയില്ല. പക്ഷെ ഓരോരോ വാർത്തകൾ അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ആ വാർത്ത, ഈ വാർത്ത, മറ്റേ വാർത്ത, മറിച്ചേ വാർത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മലയാളത്തിൽ തന്നെ കുറേ ഉണ്ട്. അതുപോലെ ഓരോ ഭാഷകളിലും ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ പിന്നെ വാർത്ത വരും ഈ വിഷയത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഇതിനങ്ങ് ഇതായിക്കൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രചരണമൊക്കെ ആരംഭിക്കുന്നത് ഇന്ത്യക്കകത്ത് തന്നെയുള്ള ഇതേപോലെയുള്ള യൂട്യൂബർമാരിലൂടെ അല്ലെങ്കിൽ ബ്ലോഗർമാരിലൂടെ അല്ലെങ്കിൽ ഇതേപോലെ കടലാസിന്റെ വില പോലും ഇല്ലാത്ത ചാനലുകളൊക്കെ ഉണ്ടല്ലോ, അതിലൂടെയൊക്കെ ആയിരിക്കും. അതിലൂടെയൊക്കെയാണ് ഇത് ആദ്യം തന്നെ വരുന്നത്. അപ്പോൾ അത് ഇന്ത്യക്ക് പുറത്തുള്ള ISI പ്രൊപ്പഗണ്ടിസ്റ്റുകൾ ഏറ്റെടുക്കും. അവരത് ആഗോളതലത്തിൽ പ്രചരിപ്പിച്ചോളും. അപ്പോൾ ആസിഫ കേസൊക്കെ അത്ര വൈറലായത് ഇങ്ങനെയാണ്. കാരണം ഇതാണ്, ഇത് കൃത്യമായി ചില വാർത്തകൾ പൊങ്ങി വരണം, അത് മാത്രം ലൈം ലൈറ്റിൽ നിൽക്കണം എന്നൊക്കെ ഉള്ളത് ചിലരുടെ അജണ്ടകളുടെ ഭാഗമാണ്. അപ്പൊ ഈ യൂട്യൂബർമാർക്കും ബ്ലോഗർമാർക്കും പിന്നെ ഈ ചാനലുകൾ, കടലാസിന്റെ വില പോലും ഇല്ലാത്ത ചാനലുകളൊക്കെ നടത്തുന്നുണ്ടല്ലോ, യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്നവർ, ഇവന്മാർക്കൊക്കെ കൃത്യമായി മാസാമാസം അവരുടെ കൂലി അക്കൗണ്ടിൽ എത്തിക്കോളും. അതൊക്കെ ഇവനും നന്നായിട്ട് അറിയാം. കാരണം ഇവന്റെ അക്കൗണ്ടിലേക്കും വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇവന് കൃത്യമായിട്ട് അതറിയാം. അതുകൊണ്ടാണ് ഇവനത് മറ്റുള്ളവരുടെ തലയെ ചാരാൻ നോക്കുന്നത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലേ, ഇവന്മാരുടെ സ്ഥിരം ശൈലിയാണിത്. എന്തു വന്നാലും യഹൂദന്റെ തലേ ചാരലാണ്. അത് ജൂതന്മാരുടെ പരിപാടി. അത് ജൂതൻ ആ ഇത് തന്നെയാണ് ഇപ്പൊ നമ്മുടെ തലയിൽ കൊണ്ടിടാൻ നോക്കുന്നത്. കാര്യമൊന്നുമില്ല മോനെ. അറേബ്യൻ ജിഹാദി, നിന്നെ കേരളീയ പൊതുസമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു.
നീ എത്ര വലിയ വർഗീയ വിഷമാണെന്ന് മലയാളികൾ, ചിന്തിക്കുന്ന മനുഷ്യർ മനസ്സിലാക്കി കഴിഞ്ഞു. ചിന്താശേഷിയില്ലാത്ത നിന്റെ ഫാൻസിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. തലയ്ക്കകത്ത് അല്പം സുബോധം ബാക്കിയുള്ള മലയാളീസ് ഉണ്ടല്ലോ, അവർക്കൊക്കെ മനസ്സിലായി നീ വെറും ഒരു ഇമ്രാൻ കുഞ്ഞാണ്, പാകിസ്ഥാന്റെ ഏജന്റായിട്ട് നിൽക്കുന്നവനാണ്, നീ വെറും ഒരു ജിഹാദിയാണെന്നുള്ള കാര്യം അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ നീ വെകിളി പിടിച്ച് ചറപറാന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. ഏതായാലും ആ വീഡിയോ കിട്ടാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം മറുപടി പറയാം, ഞാൻ മറുപടിയായിട്ട് വരുന്നുണ്ട്, ഒരു വീഡിയോയും വിടുവൊന്നുമില്ല, മറുപടിയായിട്ട് വരുന്നുണ്ട്. ഹാരിസ് മദനിയുടെ ഒക്കെയുള്ള മറുപടി ഇനി മാറ്റി വയ്ക്കേണ്ടി വരും, അതേ ഉള്ളൂ പ്രശ്നം. അത് ഞാനത് ഈ പുതിയ ചാനലൊക്കെ വന്നിട്ട് അത് വീണ്ടും ആരംഭിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ പിന്നെ ഇതൊക്കെ വന്നു പെട്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ അത് ഞാൻ കുറച്ച് നാളത്തേക്ക് അങ്ങ് മാറ്റി വയ്ക്കുകയാണ്. അറേബ്യൻ ജിഹാദിയുടെ കാര്യം നോക്കാം. ഇപ്പോൾ ഇതാണല്ലോ ഇപ്പോൾ ലൈവായിട്ട് നിൽക്കുന്നത്. ഏതായാലും നമുക്ക് ഈ ജിഹാദിയുടെ അടുത്ത ക്ലിപ്പ് കേൾക്കാം. ആ ക്ലിപ്പ് മതേതരകളായ ക്രിസ്ത്യാനികളുണ്ടല്ലോ, ഞങ്ങളെപ്പോലെയുള്ളവരെ വർഗീയവാദികളെന്ന് വിളിച്ച് ജിഹാദികളുടെ ഗുഡ് സർട്ടിഫിക്കറ്റിൽ ഇടം തേടാൻ നടക്കുന്ന ലിബറൽ ക്രിസ്ത്യാനികൾ, ഈന്തപ്പഴത്തിനും ഫ്ലൈറ്റ് ടിക്കറ്റിനും വേണ്ടി എന്തും പറയാൻ, ജിഹാദികളെ എങ്ങനെ വേണമെങ്കിലും സുഖിപ്പിക്കാൻ തയ്യാറായി നടക്കുന്നവന്മാർ, അവരൊക്കെ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. ഞാൻ ഈ ക്ലിപ്പ് അവർക്കങ്ങ് സമർപ്പിക്കുകയാണ്, കേട്ടോ. ഇനി ഫേസ്ബുക്കിലേക്ക് വന്നാലോ, ഫുള്ള് മലയാളികളുടെ ചാനലാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന്റെ ചാനലാണ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ അക്കൗണ്ടാണ് ഫുള്ള്, ഒക്കെ ഇന്ത്യയിലാണ്. ഇന്ത്യൻ അതിർത്തിക്കുള്ളിലുള്ള വാർത്തയാണ് ഇത് സത്യത്തില്. പക്ഷെ പാകിസ്ഥാനെ ഉൾപ്പെടുത്താന്നുള്ളൂ. വേറെ ലോകത്ത് ഒരു സ്ഥലത്തും ഒരു ന്യൂസും, പ്രധാനപ്പെട്ട ഒരു ന്യൂസ് പേപ്പർ ഒന്നും തന്നെ ഇത് എവിടെയും കാണിക്കുന്നില്ല. ഇതൊക്കെ നടന്ന കേസാണെങ്കിൽ ഉടനെ തന്നെ എല്ലാവരും കാണിക്കും, അങ്ങനെ കാണിക്കുന്നില്ല. പാകിസ്ഥാനിൽ മറിയ ഷഹബാസ് എന്ന 14 വയസ്സുള്ള ക്രിസ്ത്യൻ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിനെതിരെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഒരു ഓൺലൈൻ ക്യാമ്പയിൻ ആരംഭിച്ചതിനെയാണ് ഈ ദുഷ്ടൻ ഇന്ത്യൻ അതിർത്തിക്കകത്ത് നടന്ന സംഭവം കുരിശ് കൃഷിക്കാർ പാകിസ്ഥാനെ നാണം കെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞത്. ഇന്ത്യൻ അതിർത്തിക്കകത്ത് നടന്ന സംഭവമാണെന്ന്. സേവ് ഗാസ എന്നും പറഞ്ഞ് പ്രൊഫൈൽ പിക്ചർ മാറ്റി ജിഹാദികളെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന എല്ലാ മതേതര ക്രിസ്ത്യാനികളും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേട്ടിട്ടില്ലെങ്കിലേ ഒന്ന് ബാക്ക് അടിച്ച് ഒരിക്കൽ കൂടി കേട്ട് നോക്കിക്കോ. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് വാദിക്കാൻ നടക്കുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിലോ. കാരണം നാളെ നിങ്ങളുടെ മകൾക്ക് ഇങ്ങനെയൊന്ന് സംഭവിച്ചാൽ, അതിനെതിരെ ഞങ്ങളൊരു ഓൺലൈൻ ക്യാമ്പയിൻ ആരംഭിച്ചാൽ, ഇവനൊക്കെ ഇത് തന്നെ പറയുകയുള്ളൂ എന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 14 വയസ്സുള്ള പെൺകുട്ടി എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് വളരെ പ്രായം കൂടുതലുള്ള ആളാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട 7 വയസ്സുള്ള കുട്ടിയെ വരെ അവിടെ മുസ്ലിങ്ങൾ ബലാത്സംഗം ചെയ്യുന്നുണ്ട്. 7 വയസ്സുള്ള കുട്ടിയെ വരെ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ 14 വയസ്സെന്ന് പറയുന്നത് അതിന്റെ ഇരട്ടി പ്രായമാണ് ഇവരെ സംബന്ധിച്ച്. കിളുന്ത് മാംസത്തിനോടുള്ള ഇവരുടെ ഈ ദാഹം ഉണ്ടല്ലോ, അത് ഇവരുടെ പ്രവാചകനെ അനുകരിക്കാനുള്ള ഇവരുടെ മോഹത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ഇവരുടെ പ്രവാചകനാണല്ലോ ഇവരുടെ എല്ലാ കാര്യത്തിലും മാതൃക. ഈ കിളുന്ത് മാംസത്തിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. 6 വയസ്സ് തികയാത്ത കുട്ടീനെ വിവാഹം കഴിച്ച ആളാണ് ഇവരുടെ മാതൃകാ പുരുഷൻ. അടുത്ത ക്ലിപ്പ് കേട്ടു നോക്കാം നമുക്ക്. പിന്നെ ഇങ്ങനത്തെ കട്ടിങ്ങൾ ഇട്ടിട്ട് ബ്രെയിൻ വാഷ് ചെയ്യാം. ഈ പെണ്ണിന്റെ ഫോട്ടോ പോലും സത്യമല്ല, മനസ്സിലായില്ലേ? ഇത് ഏത് പെണ്ണാണോ, ഇത് പാകിസ്ഥാനത്തെ ആണോ ഇന്ത്യയിലത്തെ ആണോ ആർക്കും ഒരു പിടിയില്ല. പെണ്ണിന്റെ ഫോട്ടോ ഇട്ടിട്ട് ഈ BJP ആർട്ടിസ്റ്റ് എല്ലാം പ്രശസ്തിയാക്കിയതാണ്. പിന്നെ എല്ലാവരും ആ ഫോട്ടോ ഏറ്റുപിടിക്കാന്ന് മാത്രമേ ഉള്ളൂ. ആ കട്ടൗട്ടിൽ പറയുന്നില്ല ഈ പെണ്ണാണ് ഇതെന്ന് പറയുന്നില്ല. അത് വളരെ വിദഗ്ധമായിട്ടുള്ള പോസ്റ്റാണ്. ഒരു പെണ്ണിന്റെ ഫോട്ടോ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നാളെ ഒരു തർക്കം വരികയാണെങ്കിൽ അത് ഏതോ ഒരു പെണ്ണിന്റെ ഫോട്ടോ, ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ആ പെണ്ണ് ഇതാന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോവുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു ട്രിക്കാണ് ഇതൊക്കെ. മറിയ ഷഹബാസിന്റെ ഫോട്ടോ ഒറിജിനൽ അല്ല. അങ്ങനെ ഒരു പെൺകുട്ടി പാകിസ്ഥാനിലേ ഇല്ല. ചിലപ്പോൾ ഇത് ഇന്ത്യയിലെ പെൺകുട്ടിയായിരിക്കും. ഈ പെണ്ണാണ് ആ പെണ്ണെന്ന് പോസ്റ്റ് പറയുന്നില്ല. വളരെ വിദഗ്ധമായ തന്ത്രമാണ്. നാളെ ഒരു തർക്കം വന്നാൽ ഏതോ ഒരു പെണ്ണിന്റെ ഫോട്ടോ, ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ആ പെണ്ണ് ഇതാണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോകാനുള്ള ട്രിക്കാണെന്നാണ് ഇവന്റെ വർത്തമാനം. അതാണ് ഇവൻ പറയുന്നത്. ഏതൊരാൾക്കും എളുപ്പത്തിൽ പൊളിച്ചെടുക്കാൻ പറ്റുന്ന നുണയാണ് ഇവൻ ഈ പറയുന്നത്. അത് പറയാൻ ഇവന് കിട്ടുന്ന ധൈര്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അവന്റെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സിൽ ബഹുഭൂരിപക്ഷവും കാശിന് കൊള്ളാത്ത, ചിന്താശേഷി 7 കൂടി പോയിട്ടില്ലാത്ത, കാര്യകാരണ വിചാരം എന്ന വാക്ക് പോലും ജീവിതത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത വെറും ഉണ്ണാക്കന്മാരായ മദ്രസ പൊട്ടന്മാരാണെന്നുള്ള തിരിച്ചറിവാണ് ഇത്തരം നുണ പറയാൻ ഇവനുള്ള ശക്തി. ചിന്താശേഷിയും സുബോധവുമുള്ള ഏതെങ്കിലും ഒരാൾ, അതിപ്പോ ഒരു മുസ്ലിം തന്നെ ആയിക്കോട്ടെ, അവന്റെ ചാനലിന്റെ കീഴിൽ ചെന്ന് ഇവൻ പറഞ്ഞതിന്റെ അബദ്ധങ്ങളും അതിന്റെ ശരിയായ വശവും ചൂണ്ടിക്കാണിച്ചാൽ വെട്ടുക്കിളിക്കൂട്ടം പോലെ ഉടനെ ഒരു ഇവന്റെ ഫാൻസ്, എന്നിട്ട് അത് പറഞ്ഞവനെ കൂട്ടമായി ആക്രമിക്കും. ഇത് 1 2 വട്ടമായി കഴിഞ്ഞാൽ ആ ചങ്ങാതി ഇവന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇവന്റെ വീഡിയോയ്ക്ക് കീഴിൽ വന്ന് പ്രതികൂലമായ കമന്റ് ഇടില്ല. ഇങ്ങനത്തെ മതഭ്രാന്തന്മാരും മന്ദബുദ്ധികളുമായ ഫാൻസും ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഇവൻ ഇപ്രകാരമുള്ള നുണകളെ കടിച്ചുവിടുന്നത്. പിന്നെ ഇവനും കുത്തിന് തച്ചിനിരുന്നിട്ട് ഇവൻ എന്ത് ചെയ്യും? കമന്റ്സുകൾ ഡിലീറ്റ് ചെയ്യുന്നുമുണ്ട്. ക്രൈസ്തവരായിരിക്കുന്ന പലരും എന്റെ പേര് പറഞ്ഞുകൊണ്ട് അവനിട്ടിരിക്കുന്ന ഈ വീഡിയോകൾക്ക് കീഴെ ക്രൈസ്തവരായ പലരും വന്ന് സംസാരിച്ചിരുന്നു. ഒരൊറ്റ കമന്റ് പോലും ഇപ്പൊ അവിടെ ഇല്ല.
ഒക്കെ കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്യാണ്. അപ്പൊ ഇതാണ് ഭീരുത്വം എന്നൊക്കെ പറയാം. ഭീരുത്വത്തിന്റെ ആൾരൂപമാണ് ഈ അറേബ്യൻ ജിഹാദികളെല്ലാം ഭീരുക്കളാണ്. അത് വേറെ കാര്യം, എല്ലാം ഭീരുക്കളാണ്. നമ്മൾ വിചാരിക്കും വലിയ ധൈര്യം, ഒന്നുമില്ല, ഭീരുക്കളാണ്. ഒറ്റയ്ക്ക് കിട്ടണം, അപ്പം അറിയാം. ഒറ്റയ്ക്ക് കൂട്ടം കൂടി കഴിഞ്ഞാൽ ഈ കഴുതപ്പുലികളെ പോലെയാണ്. കഴുതപ്പുലി നമുക്കറിയാം, ഒറ്റയ്ക്കാണെങ്കിൽ അത് പായുന്ന കണ്ടം വഴി പായുന്ന കണ്ടത്തിൽ പുല്ല് പിന്നെ ജമ്മത്ത് മുളയ്ക്കുന്ന പ്രതീക്ഷയുണ്ട്. അമ്മ അതിൽ സ്പീഡിൽ അത് പായും. പക്ഷെ കൂട്ടം കൂടിയാലോ, കൂട്ടം കൂടി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അപകടകാരികളാണ്. അത് ഇവരുടെ സ്വഭാവമാണ്. അതേ കഴുതപ്പുലികളുടെ അതേ ക്യാരക്ടറാണ് ഈ ജിഹാദികൾക്കൊക്കെ. ഏതായാലും ഇവൻ പറഞ്ഞതിന്റെ വാസ്തവം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. BJP IT സെല്ലിന്റെ വെബ്സൈറ്റ് ആണെന്നും പറഞ്ഞ് ഇവൻ തള്ളിക്കളയാൻ ആഹ്വാനം ചെയ്തിരിക്കുന്ന OP ഇന്ത്യയുടെ സൈറ്റ് തന്നെ നമുക്കെടുക്കാം. അവർ ഫോട്ടോ കൊടുത്ത് അതിന് താഴെ വളരെ വ്യക്തമായി തന്നെ മരിയ ഷഹബാസ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഫോട്ടോയുടെ കീഴിൽ അവർ കൃത്യമായിട്ട് പേര് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇനി അവർ ആ വാർത്തയുടെ സോഴ്സ് കൊടുത്തിരിക്കുന്നത് നൈലായ് നായത്ത് എന്ന പാകിസ്ഥാൻ പത്രപ്രവർത്തകരുടെ ട്വീറ്റാണല്ലോ. അതിൽ നൈലായ് നായത്തും വളരെ വ്യക്തമായി മരിയ ഷഹബാസ് എന്ന പേര് പറയുകയും മരിയ ഷഹബാസിന്റെ ഫോട്ടോ മാത്രമല്ല മരിയയുടെ കുടുംബാംഗങ്ങളുടെയും ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏപ്രിൽ 28-നാണ് മരിയ ഷഹബാസിനെ മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോകുന്നത്. ACN ഇന്റർനാഷണൽ ഈ വാർത്ത കൊടുക്കുമ്പോൾ മരിയ ഷഹബാസിന്റെ കുടുംബത്തിലുള്ളവരുടെ ഫോട്ടോയും മരിയയുടെ ഫോട്ടോയും ഒക്കെ ആ ഫോട്ടോയ്ക്ക് താഴെ മരിയ ഷഹബാസ് എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്, വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോഴും നെറ്റിൽ കിടക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി പരിശോധിച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അത് ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഇത് ഗൂഗിളിൽ അല്പസമയം ചെലവഴിക്കാൻ തയ്യാറായാൽ ഏതൊരാൾക്കും കണ്ടെത്താൻ കഴിയുന്ന ഈ കാര്യത്തിൽ പോലും നട്ടാൽ കുറുക്കാത്ത നുണ പറയാൻ ഇവന് കിട്ടുന്ന ധൈര്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബുദ്ധിയും ബോധവും ചിന്താശേഷിയും കാര്യകാരണ വിചാരവും ഏഴേലത്തു കൂടി പോയിട്ടില്ലാത്ത ഫാൻസ് ഇവനുള്ളത് കൊണ്ടാണ്. സാരമില്ല, ഇങ്ങനെ ഈ ഫാൻസൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ഫാൻസിനെ ഞങ്ങൾ കുറേയേറെ കണ്ടിട്ടുണ്ട്, പല ആൾക്കാർക്കും ഇതുപോലത്തെ ഫാൻസുകളെ. പക്ഷേ ആ ഫാൻസുകൾക്കെല്ലാം ഞങ്ങൾ അവരാർക്ക് വേണ്ടിയാണോ ജയ് വിളിച്ചുകൊണ്ട് നടക്കുന്നത്, ആരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്, അവരുടെയൊക്കെ തനി നിറം കൃത്യമായി തന്നെ ഞങ്ങൾ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഫാൻസ് തന്നെ അവന്മാരെ തെറി വിളിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഏതായാലും പാകിസ്ഥാനിൽ എന്താണ് സംഭവിച്ചത്, ഒറിജിനൽ വാർത്ത എന്താണെന്നൊക്കെ ഇവൻ വിവരിക്കുന്നുണ്ട്. ഇവൻ ഭയങ്കരമായിട്ട് പറയുന്നത് ഇതാ ഒറിജിനൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഞാൻ കേൾപ്പിച്ചു തരാമെന്ന്. കേട്ടോ, നിങ്ങൾ കേട്ടോ. ഇനി നമുക്ക് ഒറിജിനൽ വാർത്തയിലേക്ക് വരാം. എന്താണ് ഒറിജിനൽ വാർത്ത? സംഭവം എങ്ങനെയാണ് ചുരുക്കത്തില്? ക്രിസ്ത്യാനി പെണ്ണ്, അതുപോലെ മതമൊന്നും എവിടെ എഴുതിയിട്ടില്ല, ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ സിഖ് ആണോ ഇതൊന്നും ആർക്കും അറിയില്ല, മറിയ ഷഹബാസ് എന്നാണ് പേര് തന്നെ. അപ്പൊ ഈ പെണ്ണ് എന്തായാലും മുസ്ലിം അല്ല. അപ്പൊ ആദ്യം മതം മാറിയതിന്റെ ശേഷം ഒരു ക്രിസ്ത്യാനി പെണ്ണ് മുസ്ലിം ആയി കഴിഞ്ഞാല് മുസ്ലിം ആയതിന്റെ ശേഷം വീണ്ടും ഒരു ക്രിസ്ത്യാനി ചെക്കനെ കല്യാണം കഴിക്കൂലല്ലോ. അപ്പൊ ഒരു മുസ്ലിം പയ്യനെ വിവാഹം കഴിച്ചു. മുസ്ലിം പയ്യനെ വിവാഹം കഴിച്ചപ്പോ ഈ പെണ്ണിന്റെ വീട്ടുകാർക്ക് കുരുപൊട്ടി. പെണ്ണിന്റെ അമ്മയും അച്ഛനും മുന്നിട്ടിറങ്ങിയിട്ട് ഫുൾ കള്ളക്കേസുണ്ട് കൊടുത്ത്. കാരണം പാകിസ്ഥാൻ ജനാധിപത്യ രാജ്യമാണ്, അവിടെ ഇന്ത്യനെ പോലെ തന്നെ ഫുൾ കള്ളക്കേസൊക്കെ കൊടുത്ത കള്ളക്കേസിൽ പറഞ്ഞത് എന്താ വെച്ചാല്, ഈ വിവാഹം കഴിച്ച ഈ ആള് ഇവരുടെ മകളിനെ നിർബന്ധിച്ച് മതം മാറ്റി വിവാഹം കഴിച്ചു എന്നാ പറഞ്ഞത്. അപ്പോ സ്വാഭാവികമായിട്ടും ജഡ്ജി ഈ പെൺകുട്ടിനെ വിളിച്ചു സ്വതന്ത്രമായ അഭിപ്രായം കേൾക്കാൻ വേണ്ടിയിട്ട്. ഇത് ഓഗസ്റ്റ് 10 റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് കേട്ടോ. ലാഹോറിലാണ് സംഭവം. ലാഹോർ ഹൈക്കോർട്ട് ഒരു പെണ്ണിനെ വനിതാ സുരക്ഷാ കേന്ദ്രത്തിൽ നിന്നും സ്വന്തം ഭർത്താവിന്റെ കൂടെ പോയി ജീവിക്കാൻ അനുവദിച്ചു എന്നാണ് പറയുന്നത് വാർത്ത. മരിയ ഷഹബാസ് അവൾ സ്വതന്ത്രയായ സ്ത്രീയാണ്. 18 വയസ്സാണ്. 14-15 BJP IT സെല്ലിന്റെ സൃഷ്ടിയാണ്. 18 വയസ്സാണ്. അവിടെയും വിവാഹപ്രായമൊക്കെ ഉണ്ട്. 18 വയസ്സൊക്കെ തന്നെയാണ് അവിടെയും. പിന്നെ ഗ്രാമങ്ങളിലൊക്കെ ചിലപ്പോൾ 16 ഉണ്ടാവുമായിരിക്കും. അത് പിന്നെ അങ്ങനെ തന്നെയാണ്. ഗ്രാമങ്ങളിൽ ഇപ്പൊ എല്ലാവർക്കും ഇടപെടാൻ പറ്റില്ല. ഇപ്പൊ ഇന്ത്യയിൽ ഗ്രാമങ്ങളിൽ 5 വയസ്സാണ് വിവാഹപ്രായം ഇപ്പോഴും. അപ്പൊ അതിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല. പക്ഷെ നിയമപരമായിട്ട് പറയാച്ചാൽ 18 വയസ്സ് തന്നെയാണ് വിവാഹപ്രായം പാകിസ്ഥാനിലും ഇന്ത്യയിലൊക്കെ. ഇമ്രാൻ കുഞ്ഞ് പറഞ്ഞ ഈ കഥയുടെ സത്യാവസ്ഥ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. കണ്ടു. അപ്പൊ ഇതേ കഥ തന്നെയാണ് ആ ജിഹാദി ഡോക്ടർ ഫേസ്ബുക്ക് പോസ്റ്റിലും പറഞ്ഞത്. ഇവൻ പറഞ്ഞ ഇതേ കഥയാണ്. ഞാൻ പറഞ്ഞില്ലേ, സോഴ്സ് ഒക്കെ ഒന്നാണ്, ഇവന്മാർക്കെല്ലാം സോഴ്സ് ഒന്നാണ്. അതുകൊണ്ടാണ് മൂവ്മെന്റ് ഫോർ സോളിഡാരിറ്റി ആൻഡ് പീസ് ഇൻ പാകിസ്ഥാൻ എന്ന പാകിസ്ഥാനിലെ മനുഷ്യാവകാശ സംഘടന നടത്തിയ സർവേ റിപ്പോർട്ട് പാകിസ്ഥാനിലെ ഡോൺ പത്രം 2014 ഏപ്രിൽ മാസത്തിൽ പുറത്തുവിട്ടത് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കുകയുണ്ടായി. നിങ്ങളൊക്കെ അത് കണ്ടതാണല്ലോ. ആ സർവേയിൽ വളരെ വ്യക്തമായി പറയുന്ന കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചതാണ്. അത് പറഞ്ഞതാണെങ്കിൽ ഇപ്പൊ ഞാൻ ഒരിക്കൽ കൂടി അത് കാണിക്കാം. 12 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ക്രിസ്ത്യൻ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരെ നിർബന്ധമായി ഇസ്ലാം മതം സ്വീകരിപ്പിച്ച് ഒന്നുകിൽ തട്ടിക്കൊണ്ടുപോകുന്നയാളെയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഈ കുട്ടികളെ വാങ്ങുന്നവരെയോ വിവാഹം കഴിപ്പിക്കുന്നു.
12 വയസ്സെന്നുള്ള പ്രായത്തിന്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ നമ്മൾ കാണുന്നത് പോലെയല്ല പ്രമാണങ്ങൾ പഠിച്ച മുസ്ലിങ്ങൾ കാണുന്നത്. കിളുന്ത് മാംസത്തോടുള്ള ഇവരുടെ പ്രിയം ഇവരുടെ പ്രവാചകനിൽ നിന്നും ഇവർക്ക് കിട്ടിയതാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ പ്രവാചകൻ 6 വയസ്സ് തികയുന്നതിന് മുമ്പ് ആയിഷയെ വിവാഹം കഴിക്കുകയും 9 വയസ്സ് തികയുന്നതിന് മുമ്പ് ആയിഷയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുള്ള മാതൃക ഇവരുടെയൊക്കെ മുമ്പാകെ ഉള്ളതുകൊണ്ടാണ് 12 വയസ്സ് എന്നുള്ളത് ഇവർക്ക് വളരെ കൂടുതലായിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് നബിചര്യയുടെ അടിസ്ഥാനത്തിൽ അത് ഇരട്ടി പ്രായമാണ്. 5 വയസ്സും 10 മാസമുള്ള സമയത്താണ് ആയിഷനെ മുഹമ്മദ് കെട്ടുന്നതേ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 12 വയസ്സെന്നൊക്കെ പറഞ്ഞ് ഇരട്ടി പ്രായത്തിനേക്കാളും മേലെയാണുള്ളത്. 7 വയസ്സുള്ള ക്രിസ്ത്യൻ പെൺകുട്ടികളെയൊക്കെ ഇവർ ബലാത്സംഗം ചെയ്യുന്ന വാർത്ത പാകിസ്ഥാനിൽ നിന്ന് വരുന്നുണ്ടല്ലോ. പക്ഷേ അത്തരം വാർത്തകൾ സ്ഥിരമല്ല, ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്നതാണ് അങ്ങനെയുള്ള വാർത്തകൾ. എന്നാൽ സ്ഥിരമായി വരുന്ന വാർത്തകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 12 വയസ്സ് മുതലുള്ളതാണ്. 11-12 വയസ്സ് ആ പ്രായം മുതലുള്ളതാണ് സ്ഥിരമായ വാർത്ത. അപ്പോൾ ഈ പ്രായത്തിന്റെ കാര്യം അത് പ്രധാനമാണ്. കാരണം തട്ടിക്കൊണ്ടുപോയി ബലം പ്രയോഗിച്ച് മതം മാറ്റി നിർബന്ധപൂർവ്വം നിക്കാഹ് കഴിക്കപ്പെടുന്ന ഈ പ്രായക്കാരായ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ, അതായത് ഒരു 18 അല്ലെങ്കിൽ 20 വയസ്സായി കഴിഞ്ഞാൽ അവന്മാർ ഇവരെ തലാക്കിയല്ലോ. ഈ ഹിന്ദു പെൺകുട്ടികളെ അല്ലെങ്കിൽ സിഖ് ക്രിസ്ത്യൻ പെൺകുട്ടികളെയൊക്കെ ഈ ചെറുപ്രായത്തിൽ 11-12 വയസ്സുള്ള പ്രായമുള്ള സമയത്ത് തട്ടിക്കൊണ്ടുപോയിട്ട് അവർ നിക്കാഹ് കഴിക്കുന്നല്ലോ. അവരെ സംബന്ധിച്ച് ഒരു 18-20 വയസ്സൊക്കെ ഈ പെൺകുട്ടികൾക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ല, പിന്നെ തലാക്കിയല്ലാണ്. എന്നിട്ട് അടുത്ത 12കാരിയെ തട്ടിക്കൊണ്ടുവരാനുള്ള വഴി നോക്കും. കാരണം അവർക്ക് ആ കിളുന്ത് മാംസം അത് ഇവർക്ക് വളരെ പ്രിയമാണ്. അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്, ആ പ്രിയം അവർക്ക് കിട്ടിയിരിക്കുന്നത് അവരുടെ പ്രവാചകനിൽ നിന്നാണ്, മുഹമ്മദിൽ നിന്നാണ്. തട്ടിക്കൊണ്ടുപോകപ്പെട്ട പെൺകുട്ടികളുടെ വീട്ടുകാർ പൊതുവെ കേസിനൊന്നും പോകാറില്ല. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്, ഒന്നുകിൽ അടുത്ത കുട്ടിയെ കൂടി അവർ തട്ടിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും വെടിവെച്ച് കൊല്ലും. അപൂർവം ചിലരെ കേസിന് പോകും. അങ്ങനെ കേസിന് പോയാൽ തട്ടിക്കൊണ്ടുപോയാൽ ഒരു കൗണ്ടർ കേസ് ഉണ്ടാക്കും. ഇവർക്ക് ഒരു കൗണ്ടർ കേസ് കൊടുക്കും. തട്ടിക്കൊണ്ടുപോകപ്പെട്ട പെൺകുട്ടിയിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയ വെള്ള പേപ്പറിലായിരിക്കും പരാതി ഇവന്മാർ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ആ പെൺകുട്ടി പരാതി കൊടുക്കുന്ന പോലെ ഉണ്ടാവുകയുള്ളത്, ഞാൻ പ്രായപൂർത്തിയായ ആളാണ്, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമിലേക്ക് ഞാൻ മതം മാറിയതാണ്, ഇസ്ലാമിലേക്ക് മതം മാറിയത് കൊണ്ട് ഞാനൊരു മുസ്ലിം പുരുഷനെ വിവാഹം കഴിച്ചത് എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അവരെന്നെ തിരിച്ച് ക്രിസ്ത്യാനിയാക്കാൻ നോക്കുകയാണ്, എൻ്റെ ഭർത്താവിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ നോക്കുകയാണ്, അതിനുവേണ്ടി എൻ്റെ ഭർത്താവിനെതിരെ അവർ കള്ളക്കേസ് കൊടുത്തിരിക്കുന്നു, പോലീസ് കൈക്കൂലി വാങ്ങി എൻ്റെ വീട്ടുകാരോടൊപ്പം ചേർന്ന് ഞങ്ങളെ ഹറാസ് ചെയ്യുകയാണ്, അപ്പോൾ കോടതി ഇടപെട്ടിട്ട് ഈ ഹറാസ്മെൻറ്റ്, പോലീസിൻ്റെ ഹറാസ്മെൻറ്റ് നിർത്തണം, ഞങ്ങളുടെ വീട്ടുകാരുടെ ശല്യമൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് തരണമെന്ന് ആയിരിക്കും ഈ വെള്ളപ്പേപ്പറിൽ, ഈ പെൺകുട്ടിയുടെ ഒപ്പിട്ട് വാങ്ങിയിരിക്കുന്ന വെള്ളപ്പേപ്പറിന്റെ മുകളിൽ ഇവർ എഴുതി ചേർക്കുന്ന ആ പരാതി അതങ്ങനെ ആയിരിക്കും. ഇത് ഞങ്ങളാരും പറയുന്നതല്ല. 2014 മൂവ്മെന്റ് ഫോർ സോളിഡാരിറ്റി ആൻഡ് പീസ് ഇൻ പാകിസ്ഥാൻ എന്ന പാകിസ്ഥാനിലെ മനുഷ്യാവകാശ സംഘടന, പാകിസ്ഥാന് പുറത്തുള്ള ഏതെങ്കിലും അന്തർദേശീയ മനുഷ്യാവകാശ സംഘടനകളൊന്നുമല്ല, പാകിസ്ഥാന്റെ അകത്തുള്ള മനുഷ്യാവകാശ സംഘടന നടത്തിയ സർവേ റിപ്പോർട്ട് പാകിസ്ഥാന്റെ നാവെന്ന് പറയാവുന്ന ഡോൺ പത്രം 2014 ഏപ്രിൽ മാസത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സർവേക്കകത്തുള്ള വിഷയമാണിത്. അതേ കഥ തന്നെയാണ് 2020 മറിയ ഷഹബാസിന്റെ കാര്യം വരുമ്പോഴും ഈ അറേബ്യൻ ജിഹാദിയൊക്കെ പറയുന്നത്. ഒരു മാറ്റവും ഇല്ല. നാണോ മാനോ എന്ന് പറഞ്ഞ സാധനം ഇവന്റെയൊക്കെ 7 അയലത്ത് കൂടി പോയിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ ഈ കഥയും പറഞ്ഞു വരില്ലായിരുന്നു, ഒരിക്കലും വരില്ല. മറിയ ഷഹബാസിന്റെ പ്രായം 18 വയസ്സാണെന്നാണ് ഇവൻ പറയുന്നത്. പക്ഷെ അവളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിലെ പ്രായം 14 വയസ്സാണ്. മറിയ ഷഹബാസിന്റെ വിഷയം ആദ്യമായി പുറം ലോകത്തെ അറിയിച്ച സാംസൺ സലാമത്തും ഈ വാർത്ത കൃത്യമായി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്ന ACN-ഉം പിന്നെ persecution.org-യും ടെലഗ്രാഫ് പത്രവും ഫോബ്സ് മാസികയും ക്രിസ്ത്യൻ പോസ്റ്റും മറിയ ഷഹബാസിന് 14 വയസ്സാണ് പ്രായമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി അവർ 14 വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കാണാത്ത ഇവൻ പാകിസ്ഥാനിലെ ഏതോ ലോക്കൽ പത്രം, ഏതോ ഒരു ലോക്കൽ സുഡാപ്പി പത്രത്തിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ പറയുക മറിയ ഷഹബാസിന് 18 വയസ്സായി, 14 വയസ്സേ ഉള്ളൂ എന്നത് BJP IT സെല്ലിന്റെ സൃഷ്ടിയാണെന്ന്. വാസ്തവത്തിൽ ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് പിടികിട്ടുന്നില്ല. സത്യം പറയാല, എന്താ ഇവനെയൊക്കെ ചെയ്യേണ്ടത്? മതഭ്രാന്ത് മൂത്ത് ഇങ്ങനെയൊക്കെ നുണ പറഞ്ഞു നടക്കുന്ന ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ഇവന്റെ ആ വ്യൂവേഴ്സ് ഉണ്ടല്ലോ, ഇവന്റെ പ്രേക്ഷകരെ, അവരെയും എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ ഇതുപോലെയൊക്കെ നുണ പറയാം, ഇതുപോലെയൊക്കെ വസ്തുതകളെ വളച്ചൊടിച്ച് എന്തിനാണ്? മതസംരക്ഷണത്തിനാണ്. സ്വന്തം മതത്തെ സംരക്ഷിക്കാൻ, സ്വന്തം മതത്തിലെ ആൾക്കാർ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ സംരക്ഷിക്കാൻ, പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇവരുടെയൊക്കെ മാതൃകാ രാജ്യത്തെ സംരക്ഷിക്കാൻ, അതിനു വേണ്ടിയിട്ടാണിത്. കഷ്ടം. പിന്നെ അവൻ പറഞ്ഞ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? പാകിസ്ഥാനിലെ വിവാഹപ്രായത്തെക്കുറിച്ചാണ്.
18 വയസ്സാണ് അത്ര പാകിസ്ഥാനിലെ വിവാഹപ്രായം. ക്ലിപ്പ് നമുക്ക് ഒന്നും കൂടി കേൾക്കാം. മാരിയ ഷഹബാസ്, അവൾ സ്വതന്ത്രയായ സ്ത്രീയാണ്. 18 വയസ്സാണ്. 14, 15 BJP IT സെല്ലിന്റെ സൃഷ്ടിയാണ്. 18 വയസ്സാണ്. അവിടെയും വിവാഹപ്രായമൊക്കെ ഉണ്ട്. 18 വയസ്സൊക്കെ തന്നെയാണ് അവിടെയും. പിന്നെ ഗ്രാമങ്ങളിലൊക്കെ ചിലപ്പോൾ 16 ഉണ്ടാവുമായിരിക്കും. അത് പിന്നെ അങ്ങനെ തന്നെയാണ്. ഗ്രാമങ്ങളിൽ ഇപ്പോൾ എല്ലാവർക്കും ഇടപെടാൻ പറ്റില്ല. ഇപ്പൊ ഇന്ത്യയിൽ ഗ്രാമങ്ങളിൽ 5 വയസ്സാണ് വിവാഹപ്രായം ഇപ്പോഴും. അപ്പൊ അതിന് നമുക്ക് ഇടപെടാൻ പറ്റില്ല. പക്ഷെ നിയമപരമായിട്ട് പറയാച്ചാൽ 18 വയസ്സ് തന്നെയാണ് വിവാഹപ്രായം പാകിസ്ഥാനിലും ഇന്ത്യയിലൊക്കെ. പാകിസ്ഥാനെ വെള്ളപൂശാൻ വേണ്ടി പതിവ് പോലെ ഇവൻ ഇന്ത്യയെ അവഹേളിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ 5 വയസ്സിലാണ് അത്ര കല്യാണം നടത്തുന്നതെന്നും പറഞ്ഞ് അത് ഇവന്റെ ഇന്ത്യ വിരോധം കൊണ്ട് ഇവൻ പറയുന്നതാണ്. 5 വയസ്സിൽ കല്യാണം നടക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ അതുണ്ട്. 5 വയസ്സിലൊക്കെ വിവാഹം നടക്കുന്നുണ്ടില്ലെന്നല്ല. പക്ഷെ അത് കുടുംബജീവിതം നടത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല. കാരണം പെൺകുട്ടിക്ക് 5 വയസ്സാണെങ്കിൽ ചെറുക്കന് ഒരു 7, 8 അല്ലെങ്കിൽ 10 വയസ്സ് പരമാവധി കാണും. അത്രേ ഉള്ളൂ. ആ ചെറുപ്പത്തിൽ ഇവരുടെ കല്യാണം നടത്തും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധം സ്ഥാപിക്കുകയാണ്. പിന്നെ വലുതായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊക്കെ ഇവിടെ കേരളത്തിലൊക്കെ ഉള്ള വിവാഹം പോലെയൊക്കെ തന്നെ ഔദ്യോഗികമായി എല്ലാവരെയൊക്കെ അറിയിച്ച് വിവാഹം നടത്തി അവർ കുടുംബജീവിതം നയിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ കുടുംബങ്ങൾ തമ്മിൽ ഈ വിവാഹം നടത്തി ഇവര് 5-ാമത്തെ വയസ്സിലൊക്കെ വിവാഹം പറഞ്ഞ 5 വയസ്സിലെ വിവാഹം എന്നുള്ള ആ വിവാഹം നടത്തി കഴിഞ്ഞാൽ ഈ പെൺകുട്ടി അവളുടെ വീട്ടിലേക്ക് പോകും. അവിടെ വളരും, അവൾ പഠിക്കുകയും ഇതൊക്കെ ചെയ്യും. ചെറുക്കൻ്റെ വീട്ടിലുമാണ്. അതങ്ങ് വലുതായി ഇതൊക്കെ പോകും. പിന്നെ വലുതായി കഴിഞ്ഞതിന് ശേഷമാണ് ശരിയായിട്ടുള്ള വിവാഹമൊക്കെ വരുന്നത്. മനസ്സിലായോ? ഈ കാര്യം എടുത്തിട്ടാണ് ഇവൻ പറയുന്നത് ഇന്ത്യയിലൊക്കെ 5 വയസ്സിൽ ഗ്രാമപ്രദേശങ്ങളിൽ കല്യാണം നടക്കുന്നെന്ന്. അറിയാണ്ട് ചോദിക്കുകയാണ് സുഹൃത്ത്, എന്തിനാണ് ഇങ്ങനെ ചോറിങ്ങും കൂറങ്ങുമായിട്ട് ജീവിക്കുന്നത്? പാകിസ്ഥാൻ അത്ര വലിയ മാതൃകാ രാജ്യമായിട്ട് തോന്നുന്നെങ്കിൽ, വലിയ സ്വർഗമായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പൊക്കൂടെ പാകിസ്ഥാനിലേക്ക്. ടിക്കറ്റിന് പൈസ ഇല്ലെങ്കിൽ പറ, ഞങ്ങൾ പിരിവെടുത്ത് തരാം. നിങ്ങളെപ്പോലുള്ള ടീമുകളൊക്കെ അവിടെ പോകുന്നത് തന്നെയാണ് നല്ലത്. പൈസ ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി, അടുത്ത വീഡിയോയിൽ പറഞ്ഞാൽ മതി. ടിക്കറ്റിന് അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ചാർജ് ഇല്ല, അതൊന്ന് പൈസ തരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിരിവെടുത്ത് തരാം. അപ്പോൾ ഇന്ത്യൻ ഗ്രാമങ്ങളിലെ 5 വയസ്സിന്റെ വിവാഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവൻ പാകിസ്ഥാനിലെ കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യാൻ വരുന്നത്. പക്ഷെ പാകിസ്ഥാനിലെ സ്ഥിതി അങ്ങനെയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. പാകിസ്ഥാനിലെ 5 വയസ്സിൽ അല്ലെങ്കിൽ ചെറുപ്രായത്തിലെ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ വരന് ഇവിടത്തെ പോലെ, ഇവിടെ 5 വയസ്സിലെ ഇതാണെങ്കിൽ വരന് 7, 8 വയസ്സൊക്കെ കാണുള്ളെങ്കിൽ അവിടെ അങ്ങനെയല്ല. അവിടെ 10 വയസ്സാണ് പെണ്ണിന്റെ പ്രായമെങ്കിൽ, അല്ലെങ്കിൽ 12 വയസ്സാണ് പെണ്ണിന്റെ പ്രായമെങ്കിൽ വരന്റെ പ്രായം 40, 45, 50 ഒക്കെ ആയിരിക്കും. മനസ്സിലായ? അത്തരം പ്രായമുള്ള ആളാണ്. നബിയുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് ഈ കല്യാണം കഴിഞ്ഞാൽ അവൻ ആ കുട്ടിയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും, കുടുംബജീവിതം ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെയാണ്. അല്ലാണ്ട് ഇവിടുത്തെ പോലെ ഇവൻ ഈ പറഞ്ഞ ഇന്ത്യൻ ഗ്രാമങ്ങളിലെ 5 വയസ്സിന്റെ കാര്യം പറഞ്ഞല്ല, അതുപോലെ കല്യാണം കഴിഞ്ഞ് പെൺകുട്ടിയുടെ വീട്ടിലേക്കും ചെറുക്കന്റെ വീട്ടിലേക്കും പോകുന്ന പോലെയല്ല അവിടെ. 10, 12 വയസ്സുള്ള കുട്ടിയൊക്കെ അവർ തട്ടിക്കൊണ്ടുപോയിട്ട് ഈ സർട്ടിഫിക്കറ്റിൽ കൃത്രിമം കാണിച്ച് 18 വയസ്സായി എന്നൊക്കെ വരുത്തി കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് കുടുംബജീവിതം ആരംഭിക്കുകയാണ്. ബലാത്സംഗം ചെയ്തുകൊണ്ട് അത് ആരംഭിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ മ്ലേച്ഛതയെ ന്യായീകരിക്കാൻ വേണ്ടി നീ ഇന്ത്യൻ ഗ്രാമങ്ങളിലെ കഥ പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട ജിഹാദി. പ്രയോജനമൊന്നുമില്ല. ആ കഥ അതിന്റെ ഇന്ത്യ വിരോധമൊക്കെ നിന്റെ മനസ്സിൽ വെച്ചാൽ മതി കേട്ടാ. പാകിസ്ഥാനിലെ പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 വയസ്സാണെന്നാണല്ലോ ഇവൻ പറയുന്നത്. ഇവന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവരെയും ഇവന്റെ ചാനലിന്റെ പ്രേക്ഷകരെയും ഒക്കെ അവൻ കൃത്യമായി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അതിന്റെ ഒന്നാം തരം തെളിവാണ് ഈ പ്രസ്താവന. പാകിസ്ഥാനിലെ വിവാഹപ്രായം 18 ആണെന്നുള്ളത് ഇവന്റെ ഈ പ്രസ്താവന ഉണ്ടല്ലോ. ഇവനറിയാം ഒക്കെ മന്ദബുദ്ധികളാ. ഇവന്റെ വീഡിയോ കാണുന്നവന്മാരൊക്കെ വെറും മന്ദബുദ്ധികളാണെന്ന് അവന് നന്നായിട്ട് അറിയാം. കാരണം ഇവരെന്ത് മണ്ടത്തരം പറഞ്ഞാലും ആ പൊട്ടന്മാര്, ആ മണ്ടന്മാർ അതൊക്കെ തൊണ്ട തൊടാതെ വിഴിഞ്ഞു എന്നുള്ള വിശ്വാസം നന്നായിട്ടുണ്ട്. അവന് ഉറപ്പാണത്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ പറയുന്നത്. പെൺകുട്ടികളുടെ പാകിസ്ഥാനിലെ നിയമപ്രകാരമുള്ള വിവാഹപ്രായം എത്രയാണെന്ന് ഇംഗ്ലീഷിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ വരുന്ന റിസൾട്ട് ഇതാണ്. നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ സൈറ്റിൽ പോയിട്ട് ആ ആർട്ടിക്കിൾ മൊത്തം വായിക്കേണ്ട ആവശ്യം ഒന്നുമില്ല. നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി. ലീഗലായിട്ട് എത്ര വയസ്സാണ് പെൺകുട്ടികളുടെ പാകിസ്ഥാനിലെ വിവാഹപ്രായം എത്രയാണ് എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ വരുന്ന റിസൾട്ട് എന്താണ്? 16 വയസ്സാണെന്നാണ്. 16 വയസ്സാണ് പാകിസ്ഥാനിലെ പെൺകുട്ടികളുടെ വിവാഹപ്രായം. ഇത് BJP IT സെല്ലിന്റെ വെബ്സൈറ്റ് ആണെന്നും പറഞ്ഞു വരണ്ട. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ സൈറ്റാണ്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ 1929 ചൈൽഡ് മാരേജ് റിസ്ട്രൈറ്റന്റ് ആക്ട് ആണ് പാകിസ്ഥാൻ ഇപ്പോഴും പിന്തുടരുന്നത്. ഇന്ത്യ അതൊക്കെ പണ്ടേ എടുത്തു കളഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 വയസ്സായിരിക്കുന്നത്. പക്ഷെ അവരിപ്പോഴും അത് എടുത്തു കളഞ്ഞിട്ടില്ല. അപ്പൊ 18 വയസ്സെന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാനിലെ എല്ലാ പെൺകുട്ടികളുടെയും വിവാഹപ്രായമല്ല എന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോൾ ഇന്ത്യയിലെ പെൺകുട്ടികളുടെ നിയമപ്രകാരമുള്ള വിവാഹപ്രായം, ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം എത്ര എന്ന് വെച്ചാൽ 18 വയസ്സെന്ന് വരും. ആ 18 വയസ്സ് സർക്കാരിന്റെ കണ്ണിൽ, കോടതികളുടെ കണ്ണിലൊക്കെ
ഈക്വലാണ്. ഈ ഇന്ത്യൻ പൗരത്വമുള്ള ഏതൊരു പെൺകുട്ടിയുടെയാണത്. എന്നാൽ പാകിസ്ഥാനിലേക്ക് നമ്മൾ വരുമ്പോൾ അങ്ങനെയല്ല. അത് പാകിസ്ഥാനിലെ മുസ്ലിം കുട്ടികളുടെ മാത്രമാണ് ആ പ്രായം, വിവാഹപ്രായം. പാകിസ്ഥാനിലെ മുസ്ലിം പെൺകുട്ടികളുടെ മാത്രം, അവരുടെ വിവാഹപ്രായം മാത്രമാണ് ഈ 16 വയസ്സെന്ന് പറയുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹപ്രായം വയസ്സിന്റെ അടിസ്ഥാനത്തിലല്ല പാകിസ്ഥാനിലെ കോടതിയിൽ തീരുമാനിക്കപ്പെടുന്നത്. വയസ്സിന്റെ അടിസ്ഥാനത്തിലല്ല. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് 2020 ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ ഹൈക്കോടതിയുടെ വിധിയാണ് ഈ കാണുന്നത്. 2019 ഒക്ടോബർ 10-ാം തീയതി ഹുമായൂനുസ് എന്ന 14 വയസ്സുകാരിയെ കറാച്ചിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. പിന്നെ എല്ലാം പതിവ് പോലെ തന്നെ ഹുമായൂനുസിനെ നിർബന്ധമായി മതം മാറ്റി അവളുടെ വിവാഹം നടത്തി. വീട്ടുകാർക്ക് മതം മാറ്റ സർട്ടിഫിക്കറ്റ്, വിവാഹ സർട്ടിഫിക്കറ്റൊക്കെ തപാൽ വഴി അയച്ചു കൊടുക്കുകയും ചെയ്തു ഇവര്. അപ്പോൾ വീട്ടുകാർ 10-ാം തീയതി തന്നെ പോലീസിൽ പരാതി കൊടുത്തെങ്കിലും പോലീസ് അത് ഫയലിൽ സ്വീകരിച്ചില്ല. പലവട്ടം അവർ പരാതി കൊടുത്ത് അവസാനം 12-ാം തീയതിയാണ് പോലീസ് പരാതി സ്വീകരിക്കുന്നത്. അവസാനം പോലീസ് ഈ ഹുമായൂനിസിനെയും അവളെ തട്ടിക്കൊണ്ടുപോയവനെയൊക്കെ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കി. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, 14 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അവളുടെ വിവാഹം സാധുതയില്ലാത്തതാണ്, അതുകൊണ്ട് ഭർത്താവിൻ്റെ ഒപ്പം വിടരുത്, ഞങ്ങളോട് വിട്ടയക്കണം എന്നൊക്കെ വീട്ടുകാർ വാദിച്ചു. അപ്പോഴാണ് പാകിസ്ഥാൻ ഹൈക്കോടതിയുടെ ചരിത്രപ്രധാനമായ വിധി വരുന്നത്. എന്താണ് വിധി എന്നറിയാമോ? ഹുമായൂനിസിന് മെൻസസ് സംഭവിച്ചിരിക്കുന്നു. അതായത് അവള് ആർത്തവപ്രായമായി, അവളുടെ ഫസ്റ്റ് മെൻസസ് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ആ ഫസ്റ്റ് മെൻസസ് കഴിഞ്ഞാൽ പിന്നെ അവളെ വിവാഹം കഴിക്കാം. ശരീഅത്ത് നിയമം അനുസരിച്ച് ആ വിവാഹ സാധുതയുള്ളതാണ്. കാരണം അവള് പ്രായപൂർത്തിയായി. ശരീഅത്ത് നിയമം അനുസരിച്ച് മെൻസസ് ആണ് വിവാഹപ്രായം തീരുമാനിക്കുന്നത്. ഒരു പെൺകുട്ടി വിവാഹത്തിന് പ്രായമായോ എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇവളുടെ ഹുമായൂനിസ് എൻ്റെ ഫസ്റ്റ് മെൻസസ് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് അവളുമായി നടത്തിയ വിവാഹം സാധുതയുള്ളതാണെന്നാണ് പാകിസ്ഥാൻ ഹൈക്കോടതി പറഞ്ഞത്. ഈ അറേബ്യൻ ജിഹാദി പുട്ടിന് തേങ്ങാപ്പീര പോലെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ പാകിസ്ഥാനിൽ നിയമവാഴ്ചയുണ്ടെന്ന്. ഇതാണ് ആ നിയമവാഴ്ച, ശരീഅത്ത് നിയമവാഴ്ച. മനസ്സിലായോ? ഇതാണ്. ഞാനിത് വെറുതെ പറഞ്ഞൊന്നുമല്ല. ഒരുപക്ഷെ നിങ്ങൾക്കിത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. കാരണം ഇവൻ ഈ പറയുന്നത് പോലെ തന്നെ ചിന്തിക്കുന്ന മതേതരകളായ കുറെ അവരെ എന്താ വിളിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള കുറെ എണ്ണം ഉണ്ട് ഇവിടെ. എനിക്ക് അത് എല്ലാ മതത്തിലുണ്ട്, ക്രിസ്ത്യൻ മതത്തിലും ഹിന്ദുക്കളിലും ഒക്കെ ഉണ്ട് അതുപോലെ കുറെ മതേതരകൾ. അതായത് എന്തൊക്കെയായാലും പാകിസ്ഥാൻ നിയമവാഴ്ചയുള്ള ഒരു രാജ്യമല്ലേ, ഇത്രയും ഇതൊക്കെ ആവുന്നു, നമ്മളൊക്കെ ഈ പറയുന്ന അത്രയും അങ്ങ് നടക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് എത്ര കൊള്ളരുതാത്താണെന്ന് പറഞ്ഞാലും പാകിസ്ഥാനിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം ഇല്ലേ, ഒരു ഭരണഘടനയൊക്കെ ഉള്ളതല്ലേ. അപ്പൊ അവിടുത്തെ ഒരു ഹൈക്കോടതി ഇങ്ങനെയൊക്കെ വിധി പറയുമോ എന്ന് ചോദിക്കുന്ന ചില ടീമുകളൊക്കെ ഉണ്ട്, എനിക്കറിയാം. അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തെളിവുകൾ തരാം. കാരണം ഇത് ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് കിട്ടിയ വാർത്തയല്ല, ഏതെങ്കിലും ഒരു പത്രത്തിൽ വന്നതല്ല. ധാരാളം പത്രങ്ങളിൽ ഇത് വാർത്തയായി വന്നിട്ടുണ്ട്. ചിലതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ത്യ ടുഡേ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, തട്ടിക്കൊണ്ടു പോകപ്പെട്ട് നിർബന്ധ മതം മാറ്റത്തിന് വിധേയയായി ഒരു മുസ്ലിം പുരുഷനെ വിവാഹം കഴിക്കേണ്ടി വന്ന മൈനറായ കത്തോലിക്ക പെൺകുട്ടിയുടെ വിവാഹം ശരീഅത്ത് നിയമം അനുസരിച്ച് സാധുവാണ്, കാരണം അവളുടെ ആദ്യത്തെ മെൻസസ് നടന്നിരിക്കുന്നു എന്ന് പാകിസ്ഥാൻ ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു എന്നാണ് ഇന്ത്യ ടുഡേ പറഞ്ഞിരിക്കുന്നത്. ഫോബ്സ് മാഗസിൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് ഒരു പെൺകുട്ടി വിവാഹത്തിന് റെഡിയാകുന്നത്? പാകിസ്ഥാനിലെ ഹൈക്കോടതി പറയുന്നത് അവരുടെ ആദ്യത്തെ പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണെന്നാണ് ഫോബ്സ് മാഗസിന്റെ തലക്കെട്ട്. ദ ഹിന്ദു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദ സ്റ്റേറ്റ്മാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ സിറ്റിസൺ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. NDTV ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് കത്തോലിക് ന്യൂസ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏഷ്യ ന്യൂസ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ അൽ ബവാബ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത്രയും പത്ര റിപ്പോർട്ടുകൾ കാണിച്ചത് വേറൊന്നും കൊണ്ടല്ല. 1-2 എണ്ണം മാത്രം ഞാൻ കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൻ പറഞ്ഞാൽ അതൊക്കെ BJP IT സെല്ലിന്റെ സൃഷ്ടിയായ വെബ്സൈറ്റ് ആണെന്ന്. അപ്പൊ അത് പറയാനുള്ള അവസരം അവന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയധികം ആധികാരിക സൈറ്റുകളിൽ നിന്നുള്ള തെളിവുകൾ നിങ്ങളുടെ മുമ്പാകെ ഹാജരാക്കിയത്. ഇതാണ് ഇവൻ പറഞ്ഞ നിയമവാഴ്ചയുള്ള പാകിസ്ഥാനിലെ കോടതികളുടെയൊക്കെ അവസ്ഥ. പാകിസ്ഥാനിലെ പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 വയസ്സെന്ന് ഇവൻ പറഞ്ഞത് കള്ളം.
നിയമപ്രകാരം അത് 16 എന്നാൽ മൈനോറിറ്റി ഗേൾസിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ കാര്യത്തിൽ അത് 16 വയസ്സുമല്ല, ആദ്യത്തെ മെൻസസ് ആണ്. അത് 10 വയസ്സാകാം, 9 വയസ്സാകാം, 11 വയസ്സാകാം, 15 വയസ്സും ആകാം, എത്രയോ ആകാം. അതാണ് സ്ഥിതി. എന്നിട്ടും ഇവൻ പാകിസ്ഥാനെ വെള്ളപൂശി നടക്കുകയാണ്. പാകിസ്ഥാൻ ഇവൻ ഇത്രയും പ്രിയപ്പെട്ട നാടാണെങ്കിൽ എന്തിനാണ് ജിഹാദി നീ കഷ്ടപ്പെട്ട് ഇന്ത്യൻ പൗരനായി നടക്കുന്നത്? ഈ പാസ്പോർട്ട് അങ്ങ് റദ്ദ് ചെയ്യും, ഇന്ത്യൻ പാസ്പോർട്ട് വേണ്ട, എന്നിട്ട് നീ അപേക്ഷ കൊടുക്ക്, പാകിസ്ഥാനിൽ അഭയാർത്ഥിയായിട്ട് അങ്ങോട്ട് ചെല്ല്, മുഹാജിറായിട്ട് അവിടെ ജീവിക്കാമല്ലോ, ജീവിക്കുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ അങ്ങനെ മുഹാജിറുകളായിട്ട്, ചെല്ല്, പോ, അവിടെ പോയി താമസിച്ചൂടെ? ചോറിങ്ങും കൂറങ്ങുമായി നടക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതല്ലേ ചോറും കൂറും അവിടെ തന്നെ ആകുന്നത്, അല്ലേ? നമുക്ക് ഇവന്റെ അടുത്ത ക്ലിപ്പ് കേൾക്കാം. അപ്പൊ ഇവിടെ പറയുന്നത് വെച്ചാൽ മാരിയ ഷഹബാസ് സ്വതന്ത്രയായ സ്ത്രീയാണ്, അവൾക്ക് എങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോവാം, മാതാപിതാക്കളുടെ കൂടെ പോണെങ്കിൽ പോവാം, ഭർത്താവിന്റെ കൂടെ പോണെങ്കിൽ പോവാം. അപ്പൊ എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കണേ, എനിക്ക് എന്റെ ഭർത്താവിന്റെ കൂടെ തന്നെ പോകണം, തന്നെയുമല്ല എന്റെ അമ്മയും അച്ഛനും ഫുൾ കള്ളക്കേസ് കൊടുത്ത് ഹറാസ് ചെയ്യാണ്, ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് അവരെ ഇനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ ഇടപെടരുത് എന്നുകൂടി ആ പെൺകുട്ടിയോടെ പറഞ്ഞു. തന്നെയല്ല കുറെ പോലീസുകാർ കൈക്കൂലി വാങ്ങിയിട്ട്, ഈ മാതാപിതാക്കളുടെ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ട് മനഃപൂർവ്വം എന്നെ എന്റെ ഭർത്താവിനെയും ആക്രമിക്കുന്നുണ്ട് എന്നുകൂടി പറഞ്ഞു അവിടെ. അപ്പൊ ജഡ്ജി പറഞ്ഞു, ഏതൊക്കെ പോലീസുകാരാണോ ഈ കൈക്കൂലിയൊക്കെ വാങ്ങി അവർക്ക് ശിക്ഷ ഉണ്ടാവും, ഇനിമേലിൽ ഈ പെൺകുട്ടിനെ ഹറാസ് ചെയ്യരുത് എന്ന് പോലീസുകാർക്ക് രൂക്ഷമായ വിമർശനം കൊടുത്തു. മാതാപിതാക്കളോട് പറഞ്ഞു പെൺകുട്ടി എന്താണോ ആഗ്രഹിക്കുക അതേ നടക്കുള്ളൂ പറഞ്ഞിട്ട് ഭർത്താവിന്റെ കൂടെ പോവാൻ സമ്മതിച്ചു. അവിടെ ഫുൾ സ്വാതന്ത്ര്യം പെൺകുട്ടിക്ക് കൊടുത്തത്. ഭർത്താവിന്റെ പേര് നക്കാഷ് താരിഖ് എന്നാണ്. അപ്പൊ ഈ കേസ് വന്ന സമയത്ത് ഈ ജഡ്ജി ഈ അമ്മയുടെ അച്ഛന്റെയും ഈ പെൺകുട്ടിയുടെ അമ്മയുടെ അച്ഛന്റെയും വർത്താനം കേട്ടിട്ട് അത് വിശ്വസിച്ചിട്ട്, കാരണം തട്ടിക്കൊണ്ടുപോയി മതം മാറ്റി എന്നാ പറഞ്ഞതേ, അപ്പോൾ ഈ പെൺകുട്ടിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വനിതാ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റി. അമ്മയുടെ അച്ഛന്റെ കൂടെ ആണെങ്കിൽ വീണ്ടും വന്ന് തട്ടിക്കൊണ്ടെങ്കിലോ, അങ്ങനെയാണ് ഇങ്ങോട്ട് മാറ്റിയത്. അങ്ങനെയാണ് ഈ കേസിന്റെ പിന്നെ മുന്നോട്ടുള്ള പോക്ക്. അപ്പോഴാണ് ആ പെൺകുട്ടി കോടതിയിൽ വന്ന് പറഞ്ഞത്, ഇത് അമ്മയും അച്ഛനും കൂടിയിട്ട് കള്ളക്കേസ് കൊടുക്കണാണ്, എനിക്ക് ഷെൽട്ടർ ഹോമിൽ നിൽക്കാൻ വയ്യ, എനിക്ക് എന്റെ ഭർത്താവിന്റെ കൂടെ പോകണം എന്ന് പറയാനുള്ള ആ സാഹചര്യം ഒരുങ്ങിയത് അങ്ങനെയാണ്. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞ് എന്റെ ഭർത്താവിന്റെ കൂടെ പോകണം പറഞ്ഞ് പോയി. ആ കേസ് അവിടെ വെച്ച് കഴിഞ്ഞു. അതൊരു ലോകോത്തര കേസ് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പേപ്പറിന്റെ ഒരു ചെറിയ കോളത്തിൽ മാത്രം അത് ഒതുങ്ങി നിന്നു പാകിസ്ഥാനിൽ. ഇതിന് ഞാൻ മറുപടി പറയുന്നതിനേക്കാളും നല്ലത് മരിയ ഷഹബാസ് തന്നെ മറുപടി പറയുന്നതാണ്. ഭർത്താവിന്റെ കൂടെ ജീവിക്കണമെന്ന് മരിയ ഷഹബാസ് കോടതിയോട് ആവശ്യപ്പെട്ടെന്നാണല്ലോ ഇവൻ പറയുന്നത്. ലോകമെമ്പാട് നിന്നുള്ള, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവർ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെയും ഐക്യരാഷ്ട്രസഭയുടെയും പിന്നെ മറ്റ് ലോക നേതാക്കളുടെയും ഒക്കെ പേജുകളിൽ പോയി ജസ്റ്റിസ് ഫോർ മരിയ ഷഹബാസ് എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിൻ നടത്തിയതിന്റെ അനന്തരഫലമായി മരിയ ഷഹബാസ് വിമോചിതയാകുകയുണ്ടായി. ആ മോചനം സ്ഥിരീകരിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനായ സാംസൺ സലാമത്ത് ഫേസ്ബുക്കിൽ ഇട്ട വാർത്തയാണ്, ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്ത വാർത്തയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ മറ്റൊരു മനുഷ്യാവകാശ പ്രവർത്തകനും ക്രിസ്ത്യാനിയുമായ സലീം ഇക്ബാലും മരിയ ഷഹബാസിന്റെ മോചനം സ്ഥിരീകരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയുണ്ടായി. അതിന്റെ സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവൻ പറയുന്ന ന്യായം വെച്ച് മരിയ ഷഹബാസ് തിരികെ വരാൻ പാടില്ലാത്തതാണ്. കാരണം സ്വതന്ത്ര വ്യക്തിയായി സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാം മതം സ്വീകരിച്ച് ഇഷ്ടപ്പെട്ട ഒരു മുസ്ലിമിനെ വിവാഹം കഴിച്ച് സമാധാനമായി ജീവിക്കുമ്പോൾ പോലീസിന് കൈക്കൂലി കൊടുത്ത് അവരെ വശത്താക്കി തങ്ങളെ ഹറാസ് ചെയ്യാനും തന്നെ പുനമത പരിവർത്തനം നടത്തി ക്രിസ്ത്യാനിയാക്കാനും തന്റെ ഭർത്താവിൽ നിന്ന് തന്നെ വേർപിരിക്കാനും നടക്കുന്ന സ്വന്തം വീട്ടുകാരിൽ നിന്ന് സംരക്ഷണം വേണം എന്ന് കോടതിയിൽ പറഞ്ഞ മരിയ ഷഹബാസ് ഒരിക്കലും തിരിച്ചു വരാൻ പാടില്ലാത്തതാണ്. ഇവൻ പറയുന്ന കഥ വെച്ച് ഒരിക്കലും അങ്ങനെ തിരിച്ചു വരാൻ പാടില്ലല്ലോ. പക്ഷെ മരിയ ഷഹബാസ് തിരിച്ചു വന്നു. ഇപ്പൊ മാതാപിതാക്കളോടെ പോകുന്നുണ്ട്. ആ കുടുംബം ഇപ്പൊ മൊത്തം ഒളിവിലാണ് താമസിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒളിത്താവളകൾ മാറുന്നുണ്ട്. കാരണം സ്ഥലം പാകിസ്ഥാനാണ്. ഇവൻ പറയുന്ന നിയമവാഴ്ചയുള്ള പാകിസ്ഥാൻ, ഇവന്റെ ശരീഅത്ത് നിയമവാഴ്ചയുള്ള പാകിസ്ഥാൻ. മരിയ ഷഹബാസിനെ മുസ്ലിങ്ങൾ കൊന്നു കളയാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളൊരിടത്ത്. പാകിസ്ഥാനിൽ മുസ്ലിങ്ങളാൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ട് നിർബന്ധ മതമാറ്റത്തിന് വിധേയരായി തന്നെക്കാൾ 2-3 ഇരട്ടി പ്രായമുള്ള ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ പല ഭാര്യമാരിൽ ഒരുവളായി ജീവിക്കേണ്ടി വരുന്ന മൈനോറിറ്റിക്കാരായ പെൺകുട്ടികളിൽ രക്ഷപ്പെട്ട് മാതാപിതാക്കളുടെ അടുക്കലേക്ക് തിരിച്ചു പോകുന്നവർ വളരെ ചുരുക്കമാണ്. ആരെങ്കിലും അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മേൽ വധഭീഷണിയുണ്ട്. 2 കാരണങ്ങളാണ് വധഭീഷണി. ഒന്നാമത്തെ കാരണം, ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവനെ കൊന്നുകളയണമെന്ന് ഖുർആനിൽ അള്ളാഹുവും ഹദീസുകളിൽ മുഹമ്മദും പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷമുള്ള ഭരണാധികാരികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഖലീഫമാരുണ്ടല്ലോ,
ഈ ഖലീഫമാരും അത് തന്നെ ചെയ്തിട്ടുണ്ട്. അവരും പറഞ്ഞിട്ടുണ്ട് മതം ഉപേക്ഷിക്കുന്നവനെ കൊന്നുകളയണമെന്ന്. ഹദീസുകളിൽ നമ്മളിത് കാണുന്നുണ്ട്. അപ്പം നിർബന്ധത്താലാണെങ്കിലും ഇവൾ ഇസ്ലാം മതം ഒരിക്കൽ സ്വീകരിച്ചവളാണല്ലോ. പക്ഷെ ഇപ്പം എന്തായി? അത് ഉപേക്ഷിച്ച് തിരിച്ചു വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇവൾ കൊല്ലപ്പെടേണ്ടതാണ്. അതാണ് അവരുടെ ന്യായം. അതുകൊണ്ട് അവൾ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാരണം, മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിത മതം മാറ്റം നടത്തി കല്യാണം കഴിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടാൽ മരണമാണ് അവളെ കാത്തിരിക്കുന്നതെന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ മറ്റ് മാതാപിതാക്കൾക്കും പെൺകുട്ടികൾക്കും മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് അവരുടെ രണ്ടാമത്തെ ലക്ഷ്യം. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് മരിയ ഷഹബാസിന്റെ ജീവൻ ഇപ്പോഴും അപകടത്തിലാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവരായിരിക്കുന്നവർ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മരിയ ഷഹബാസിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് പാകിസ്ഥാൻ വിട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നെങ്കിൽ സുരക്ഷിതമായി അത് വിട്ടിട്ട് അവർ ആഗ്രഹിക്കുന്ന രാജ്യത്തേക്ക് അവർ എത്തിച്ചേരാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഏതായാലും ഈ കാരണങ്ങൾ കൊണ്ടാണ് അവരിപ്പോൾ ഒളിവിൽ കഴിയുന്നത്. മോചിപ്പിക്കപ്പെട്ടതിന് ശേഷം മരിയ ഷഹബാസിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. मेरा नाम मायरा है, मेरी उम्र 14 साल है। मुझे ज़बरदस्ती अगवा किया गया था और कुछ पेपर्स पे प्रेशराइज करके मुझे कुछ पेपर्स पे साइन करवाए गए और मुझे कहा कि तुम मुसलमान हो गई हो। और इसी तरह प्रेशराइज करके मेरी वीडियोस बनाई और मुझे कहा कि हम ये अपलोड कर देंगे। और मुझे कहा कि उन्होंने कि आप निकाह हमारे निकाह में आ गई हो, अब आप नहीं जा सकती हो। और मुझे मेरी फैमिली के लिए भी धमकाया गया कि तुम्हारी फैमिली को भी हम कत्ल कर देंगे और तुम्हारे अजीज़ों को भी नुकसान पहुंचा सकते हैं। लेकिन खुदा का शुक्र है, आज मेरा एडवोकेट मेरी वकील हैं और नवीद जीवा साहब, और इनके मैं बहुत शुक्रगुजार हूँ। और बिशर इफ्तिखार इंद्रियास की भी बहुत शुक्रगुजार हूँ जिन्होंने मुझे तहफ़्फ़ुज़ दिया। और लिहाजा मेरी ये अपील है हुकूमत पाकिस्तान से कि प्लीज़ वो इस केस पर थोड़ी सी कार्रवाई करें, ज़्यादा से ज़्यादा कार्रवाई की जाए और मुझे तहफ़्फ़ुज़ दिया जाए। थैंक यू. പെൺകുട്ടിയുടെ സമ്മതപ്രകാരം നടന്ന കല്യാണം എന്നവൻ പറഞ്ഞല്ലോ. എങ്ങനെയാണ് ആ കല്യാണം നടന്നതെന്ന് മരിയ ഷഹബാസ് തന്നെ പറയുന്നതാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ കൊടിയ ദുഷ്ടതയാണ് ഇവൻ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവൻ മാത്രമല്ല, ഇവന് കൈയടിക്കുന്ന സകല ജിഹാദികളും ഈ കൊടിയ ദുഷ്ടതയ്ക്ക് വേണ്ടിയിട്ടാണ് കൈയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനെ സംബന്ധിച്ച് യൂട്യൂബിൽ നിന്ന് പണം കിട്ടണം, അത്രേ ഉള്ളൂ ഇവന്റെ ആഗ്രഹം. പിന്നെ ഇന്ത്യയെ അപമാനിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ഇറക്കുന്നതിന് മാസാമാസം അക്കൗണ്ടിൽ പണം ഇട്ട് തരുന്നവരോട് കൂറ് കാണിക്കാൻ അവരെ വെളുപ്പിച്ചെടുക്കുകയും വേണം. അത്രേ ഇവനുള്ളൂ. പക്ഷേ ഇവന് വേണ്ടി കൈയടിക്കുന്ന മറ്റു മുസ്ലിങ്ങളും ഇന്നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിങ്ങളോട് ചെയ്യുന്ന ദോഷം എന്താണെന്ന് ഭാവിയിലെ അറിയാൻ പറ്റുകയുള്ളൂ. എന്താണെന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്താണെന്നുള്ളത്. കാരണം ഇതിൻ്റെയൊക്കെ പല രാജ്യങ്ങളിലും ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഏതൊക്കെ രാജ്യങ്ങളിൽ ഇസ്ലാം നിലനിന്ന് പോകുന്നു, എവിടെയൊക്കെ വിട്ട് അവിടെ ഓടിപ്പോകേണ്ടി വന്നു, ഉപേക്ഷിക്കേണ്ടി വന്നു, ഇസ്ലാമിന്റെ അടിത്തറ തന്നെ അവിടെ ഉള്ളവർ എങ്ങനെ മാന്തി കളഞ്ഞു എന്നുള്ളതൊക്കെ അറിയാവുന്നതാണ്. അന്നേരം ഇരവാദവും കരച്ചിലും ഒക്കെ അന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭാവിയിൽ കേരളത്തിന്റെ അകത്തുനിന്ന് അതുപോലുള്ള ഇരവാദവും കരച്ചിലും കേൾക്കാതിരിക്കട്ടെ. കാരണം നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്തായിരിക്കും കാര്യങ്ങൾ. ഭയങ്കരമായിരിക്കും അത്. ഇവന്റെ കള്ളത്തരങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ 2 വീഡിയോയും കാണുന്ന ഏതൊരു അമുസ്ലിമും ഭാവിയിൽ മുസ്ലിങ്ങളെ സംശയത്തോടെ വീക്ഷിക്കുകയുള്ളൂ. അത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ ചെയ്യുന്ന വീഡിയോ കൊണ്ട് സാധാരണക്കാരായ മുസ്ലിങ്ങൾ പോലും സംശയത്തിന്റെ നിഴലിലാകുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം അത്രമാത്രം കള്ളമാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. ആ കള്ളങ്ങൾ ഓരോന്നും തെളിവ് നിരത്തി ഞങ്ങൾ പൊളിക്കുമ്പോൾ ഇസ്ലാമിന്റെ വികൃതമായ മുഖം പുറത്തു വന്നുകൊണ്ടേയിരിക്കും. എത്രമാത്രം ആ വികൃത മുഖം പുറത്തു വരുന്നോ അത്രത്തോളം ആ മതത്തിൽ, ആ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരെ ജനം സംശയിക്കും. അത് ഞങ്ങളുടെ കുഴപ്പമല്ല, ആ ഐഡിയോളജിയുടെ കുഴപ്പമാണ്. അപ്പൊ ചെയ്യേണ്ടത് ആ ഐഡിയോളജിക്കാർ ഒന്നുകിൽ മിണ്ടാതിരിക്കുക. അവരെ കൂട്ടത്തിൽപ്പെട്ടവർ ഈ വികൃതമായിട്ടുള്ള കാര്യങ്ങൾ, ആ ഇസ്ലാമിന്റെ വികൃതമുഖം വെളിപ്പെടുത്തിക്കൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും അതുപോലെയുള്ള ദുഷ്ടത ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ മിണ്ടാതിരിക്കണം. കാരണം നിങ്ങളല്ലല്ലോ ചെയ്തിരിക്കുന്നത്, കേരളത്തിലുള്ളവരല്ലല്ലോ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവരല്ലോ ചെയ്തിരിക്കുന്നത്, പുറമേ ഉള്ളവരല്ലേ. അത് അവരെ പറഞ്ഞോളൂ, അവിടെ തീരും. അത് നിങ്ങൾക്കതൊന്നും ബാധകമായിട്ട് വരുന്നതല്ലല്ലോ. പക്ഷെ നിങ്ങളതിനെ ന്യായീകരിക്കാൻ പോകുമ്പോൾ അത് നിങ്ങളെയും ബാധിക്കും. ഞങ്ങൾ മനസ്സിലാക്കും അവൻ അവിടെ ഭൂരിപക്ഷമായപ്പോൾ ചെയ്യുന്നത് നീ ഇവിടെ ചെയ്യാതിരിക്കുന്നത് നീ ന്യൂനപക്ഷമായതുകൊണ്ടാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. നിന്റെ ഉള്ളിൽ അത് തന്നെയാണ് ആഗ്രഹം. ആ മുസ്ലിങ്ങളോട് ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറണമെന്നാണ് നിന്റെ ആഗ്രഹം. പക്ഷെ ഇവിടെ നീ ന്യൂനപക്ഷമായതുകൊണ്ട് ഇപ്പം അങ്ങനെ പെരുമാറാൻ ചെന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒന്നും പൊടി കാണാത്ത വിധത്തിൽ തകർത്ത് കളയുന്ന അറിയാവുന്നതുകൊണ്ട് നീ മിണ്ടാതിരിക്കുകയാണ്. പക്ഷെ ഭാവിയിൽ നീ ഭൂരിപക്ഷമായാൽ ഇത് തന്നെയാണ് കാണിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കും.
മനസ്സിലാകും? ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഗ്രഹിക്കണം. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവനെയൊക്കെ ആ ദുഷ്ടതയൊക്കെ ഇവൻ സപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഇവനെ ന്യായീകരിക്കുന്നവരോട് എല്ലാവരോടും കൂടി ചേർന്നിട്ടൊക്കെയാണ് ഞാൻ പറയുന്നത്. ഏതായാലും നമുക്ക് ഇവൻ്റെ അടുത്ത ക്ലിപ്പ് കേൾക്കാം. പക്ഷെ ഈ വാർത്ത എങ്ങനെയോ BJP IT സെല്ലിന്റെ കയ്യിലും പിന്നെ കുറച്ച് കുരിശി കൃഷിക്കാരുടെ കയ്യിലും കുറച്ച് നിരീശ്വരവാദികളുടെ കയ്യിലൊക്കെ കിട്ടിയപ്പോ ഈ വാർത്ത എങ്ങനെ ആരെങ്കിലും വായിച്ചിട്ട് ഇനി പാകിസ്ഥാൻ വളരെ നല്ലൊരു രാജ്യമാണ്, അവിടെ എല്ലാവർക്കും മനുഷ്യാവകാശം ഉണ്ട്, മാനവികത ഉണ്ട്, അല്ലാതെ ഇന്ത്യനെ പോലെ ലവ് ജിഹാദ് എന്നും പറഞ്ഞ് പെൺകുട്ടികളെ അടിച്ചുകൊല്ലലല്ല, തടവിലിടലല്ല, യോഗാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇടിച്ച് നിർബന്ധിച്ച് മതം മാറ്റിക്കലല്ല എന്നൊക്കെ അറിഞ്ഞു പോവോ, ഈ രഹസ്യങ്ങളൊക്കെ പുറത്താവോ എന്ന് കണ്ടിട്ട് എന്താക്കി ആദ്യം തന്നെ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്ന് പറഞ്ഞ പോലെ ആദ്യം തന്നെ ഒരു വാർത്ത ഉണ്ടാക്കി നേരെ കെട്ടി തിരിച്ചു വാർത്ത. ഒരു പെൺകുട്ടി മുസ്ലിമിന് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഘികൾ ആ പെൺകുട്ടിയുടെ അഭിപ്രായം മാനിക്കൂല. സംഘിതല്ല, നിരീശ്വരവാദിയും ഒക്കെ അങ്ങനെ തന്നെയാണ്, കുരിശ് കൃഷിക്കാരും അങ്ങനെ തന്നെയാണ്. വർത്താനത്തിൽ പറയും സ്ത്രീകൾക്കൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയും. പക്ഷേ ഏതെങ്കിലും ഒരു നിരീശ്വരവാദി ഇസ്ലാം മതം സ്വീകരിക്കുക, ഏതെങ്കിലും ഹിന്ദു സ്ത്രീ ഇസ്ലാം മതം സ്വീകരിക്കുക ചെയ്താൽ ഇവരെ തനിനിറം പുറത്താവും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു വെച്ചാൽ ഈ വാർത്ത നേരെ തിരിച്ച് നെഗറ്റീവ് ആക്കിയിട്ട് ഫുൾ അങ്ങോട്ട് തട്ടിക്കൊണ്ടുപോയി തോക്കിന്റെ മുനയിൽ നിർബന്ധിച്ച് മതം മാറ്റി. പിന്നെ പെൺകുട്ടിനെ എന്നിട്ട് കോടതി വളരെ ക്രൂരമായി പെരുമാറി. എന്തൊക്കെയാണ് ഈ പറയുന്നത്? കാരണം എന്താ വെച്ചാൽ ഈ സ്വന്തം മന്ദക്കാല് ഒളിപ്പിച്ചു വെക്കാൻ എന്തിലൊക്കെ ചെയ്യണ്ടേ അങ്ങനെ ഒരു പരാക്രമം അടിച്ചാണ്. അത് സത്യം പറഞ്ഞാൽ പൊളിഞ്ഞ് പപ്പട ഇരിക്കുന്നു ഇവിടെ. ഇതാണ് ഒറിജിനൽ വാർത്ത. ഇത് പാകിസ്ഥാനിലെ വാർത്തയാണ്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ സത്യാവസ്ഥ. ഇതൊക്കെയാണ് ഇതിന്റെ സത്യാവസ്ഥ. ഏത് ഇവൻ പറയുന്നതാണ് സത്യാവസ്ഥ. നുണകൾക്ക് മേൽ നുണകൾ അടക്കി വെച്ചുകൊണ്ട് പാകിസ്ഥാനെയും ഇസ്ലാമിനെയും രക്ഷിച്ചെടുക്കാമെന്നുള്ള വ്യാമോഹത്തോടെ യാതൊരു തെളിവും നൽകാതെ വായേ തോന്നിയത് വിളിച്ചു പറഞ്ഞ് ഇവൻ ഇറക്കിയ വീഡിയോയിലുള്ളതാണ് സത്യം എന്ന് ഇവൻ പറയുമ്പോൾ ഞങ്ങളൊക്കെ ഇത് അംഗീകരിച്ചു കൊടുക്കണം. അത്രേ. ഇവന്റെ പ്രേക്ഷകരുടെ ബുദ്ധിയും ബോധം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. ഇവനും അറിയാം, നമുക്കും അറിയാം. അത് ആ തിരിച്ചറിവാണ് ഇവന്റെ ധൈര്യം. മൊല്ലാക്ക പറയുന്നത് മുക്രിക്ക് പ്രമാണം എന്ന ചൊല്ല് പോലെയാണ് ഇവന്റെയും ഇവന്റെ പ്രേക്ഷകരുടെയും സ്ഥിതി. ഇവൻ എന്ത് നുണ പറഞ്ഞാലും അതാണ് ഇവന്റെ പ്രേക്ഷകർക്ക് പ്രമാണം. താൻ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും തന്റെ ചാനൽ തന്റെ വീഡിയോകൾ കാണുന്ന ആൾക്കാർ ഒരു തെളിവും ചോദിക്കാതെ അതൊക്കെ അങ്ങനെ തന്നെ വിശ്വസിക്കുമെന്ന് ഇവനും അറിയാം. അതിന്റെ ധൈര്യത്തിലാണ് ഇവനിങ്ങനെ വീഡിയോ ഇറക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഏതൊരാളും ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളാണ് ഇവനിങ്ങനെ വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്നത്. എത്ര സിമ്പിളായിട്ട്. ഇപ്പൊ ഓരോ കാര്യവും പറഞ്ഞ ഓരോ കാര്യത്തിന്റെ തെളിവ് ഗൂഗിളിൽ അതിന്റെ തെളിവാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച് ഇതല്ല ഇതിന്റെ സത്യാവസ്ഥ ഇന്നതാണെന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മതി. ഏതൊരുത്തരൊന്ന് ഞാൻ ഈ നുണയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്പസമയം ഇതിനു വേണ്ടി ചെലവഴിക്കാൻ ഒരുത്തൻ തയ്യാറായി തുനിഞ്ഞിറങ്ങി വരികയാണ്. എൻ്റെ കുറെ സമയം പോയാൽ പോട്ടെ, ഞാൻ ഈ നുണ പൊളിച്ചെടുക്കുന്നു പറഞ്ഞ് വന്നാൽ പൊതുജനത്തിന്റെ മുമ്പാകെ നാണം കെടും. ഞാൻ മാത്രമല്ല, ഞാൻ ആരെയാണോ സപ്പോർട്ട് ചെയ്യാൻ പോയത് അല്ലെങ്കിൽ ഏത് ഐഡിയോളജിക്ക് വേണ്ടിയാണോ ഞാൻ ഈ നുണയൊക്കെ പറയാൻ നിൽക്കുന്നത് ആ ഐഡിയോളജി അതിൽ വിശ്വസിക്കുന്നവർ ആ പ്രമാണം അതൊക്കെ നാണം കെടും എന്ന് സുബോധമുള്ള ഏതൊരുത്തരും ചിന്തിക്കും. പക്ഷെ ഇവന് നല്ല ഉറപ്പുണ്ട്. ഇവന്റെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ചെയ്തിരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇവന്റെ വീഡിയോ കാണുന്നവരോ ഒന്നും ഇവൻ പറയുന്ന കാര്യങ്ങളെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കില്ല. ക്രോസ് ചെക്ക് ചെയ്ത് പോട്ടെ, ക്രോസ് ചെക്ക് ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇവരെയൊക്കെ സംബന്ധിച്ച് അതൊക്കെ അതിഭയങ്കരമായ കാര്യങ്ങളാണ്. ഇവരുടെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളാണ് അതൊക്കെ. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഇവരുടെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളാണ്. അപ്പൊ അത് വേണ്ട, അത് പോട്ടെ. പക്ഷെ അത്രയൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യൊന്നും വേണ്ട. വെറുതെ വേറെ ഏതെങ്കിലും ഒരുത്തിന്റെ വീഡിയോ കണ്ടാലും മതി ഈ വിഷയം ഇതിങ്ങനെയല്ല എന്ന് അവൻ മനസ്സിലാക്കുമല്ലോ എന്നുള്ളൊരു ചിന്ത. അങ്ങനെ അവൻ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? എൻ്റെ വ്യൂവേഴ്സ് അങ്ങനെ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അവരുടെ മുമ്പിൽ നാണം കെടുവില്ലെന്നൊക്കെ അവൻ ചിന്തിക്കാത്തത്. കാരണം അത്രയ്ക്ക് ബുദ്ധിയോ ബോധമോ ചിന്താശേഷിയോ ഉള്ള ഒരുത്തനും തൻ്റെ വ്യൂവേഴ്സിലില്ലാന്ന് ഇവന് നന്നായിട്ട് അറിയാം. ഇപ്പം എന്താ അതിൻ്റെ ധൈര്യമാണ് അവനെ. ഞങ്ങൾ ഓരോ വീഡിയോ ചെയ്യുന്നതിന് മുമ്പും ഞങ്ങൾ പറയുന്ന ഓരോ പോയിന്റുകളും ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പ്രേക്ഷകരെ കുറിച്ച് ഞങ്ങൾക്കൊരു ധാരണയുണ്ട്. ഞങ്ങളുടെ പ്രേക്ഷകരോട് ഞങ്ങൾക്കൊരു ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങൾ എന്റർടൈൻമെന്റ് ചാനലല്ല നടത്തുന്നത്. എന്തെങ്കിലും കോമാളിത്തരങ്ങളൊക്കെ പറഞ്ഞ് കേൾക്കുന്നവരെ ചിരിപ്പിച്ച് ആസ്വദിപ്പിച്ച് ഒരു മണിക്കൂർ വീഡിയോ അല്ലെങ്കിൽ 1.5 മണിക്കൂർ വീഡിയോ ആണെങ്കിൽ ആ 1.5 മണിക്കൂർ സമയം കളയാൻ വേണ്ടിയിട്ട് അതിനൊന്നല്ല ഞങ്ങൾ ഈ വീഡിയോ ഇറക്കുന്നത്. നേരം പോക്കിന് വേണ്ടിയല്ല. നിങ്ങളുടെ സമയവും ഡാറ്റയും കളഞ്ഞ് ഞങ്ങളുടെ വീഡിയോ കാണാനിരിക്കുന്നതെന്നുള്ള കാര്യം അത് ഞങ്ങൾക്കും അറിയാം. അപ്പം ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. ഈ സമയം കളഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഡാറ്റയൊക്കെ കളഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്നത് ഇൻഫർമേഷൻ കിട്ടാനാണ്. അപ്പോൾ ഒരു കാരണവശാലും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് റോങ് ഇൻഫർമേഷൻ കൊടുക്കരുതെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അത് ധാർമ്മികതയുടെ വിഷയമാണ്. ഇൻഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ലെന്നേ ഉള്ളൂ. അവർ വേറെ എവിടെന്നെങ്കിലും അത് സംഘടിപ്പിക്കട്ടെ, തേടി പിടിച്ച് അവർ പഠിച്ചെടുക്കട്ടെ. പക്ഷെ റോങ് ഇൻഫർമേഷൻ മനഃപൂർവ്വം കൊടുക്കരുത്.
അതൊരു ധാർമ്മികതയുടെ കാര്യം കൂടിയാണ്. കാരണം ഇവനെ പോലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാത്ത സംഗതിയാണ് ധാർമ്മികത എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. കാരണം തക്കിയ നടത്തി മറ്റുള്ളവരെ വഞ്ചിക്കാൻ പ്രമാണത്തിൽ തന്നെ അനുവാദം കിട്ടിയിരിക്കുന്ന ഒരുത്തനോട് നമ്മൾ ധാർമ്മികതയെക്കുറിച്ച് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? ഒരർത്ഥവും ഇല്ല. കാരണം അവർക്കത് മനസ്സിലാകാനേ പോകുന്നില്ല, കാര്യമൊന്നുമില്ല. ഇത് കഴിഞ്ഞ് ഇവൻ ചെയ്യുന്നത് ഇന്ത്യൻ കോടതികളെ കുറ്റം പറയുന്നതാണ്. ഇന്ത്യൻ ജുഡീഷ്യറി അഴിമതി മുക്തമാണെന്ന് വാദിക്കുന്ന ഒരാളല്ല ഞാൻ, അതിനകത്തും പുഴുക്കുത്തുകളുണ്ട്. പക്ഷെ പാകിസ്ഥാനിലെ ജുഡീഷ്യറിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇന്ത്യൻ ജുഡീഷ്യറി എത്രയോ ഉയരത്തിലാണ്, അതെത്രയോ മുകളിലാണ്. പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ വാദികളായിട്ടുള്ള കോടതി വിധികൾ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി, പത്രവാർത്തയ്ക്കായിട്ട് കിട്ടും. അപ്പം മനസ്സിലാകും ഇന്ത്യൻ ജുഡീഷ്യറിയുടെ മഹത്വം എന്താണെന്ന്. പക്ഷെ പാകിസ്ഥാനെ വെളുപ്പിച്ചടക്കാൻ നടക്കുന്ന ഇവനോ, പാകിസ്ഥാനോട് കൂറ് പുലർത്തി നടക്കുന്ന ഇവന്റെ ഫാൻസിനോ അത് മനസ്സിലാകില്ല, അവർക്കത് പിടിയിട്ടില്ല. എന്നെ കേൾക്കുന്ന സാധാരണക്കാരായ മുസ്ലിങ്ങളോട് ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഇവനെപ്പോലെയുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുന്നവരും നിങ്ങൾക്ക് ചെയ്യുന്ന ദോഷം എത്ര വലുതാണെന്ന് നിങ്ങൾ അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. കേരളത്തിന്റെ ഇപ്പോഴത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഒരു വലിയ ധ്രുവീകരണം നടത്തുന്നതിൽ ഇവർ പ്രധാന റോൾ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനെപ്പോലെയുള്ളവരെ നിങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ഭാവിയിൽ അത് ദോഷം ചെയ്യും. യൂട്യൂബ് മണിക്ക് വേണ്ടിയും പാകിസ്ഥാനെ വെള്ളപൂശാൻ വേണ്ടിയും കേരളത്തിലെ മുസ്ലിങ്ങളെ മുഴുവൻ ഇവൻ ഒറ്റുകൊടുക്കുകയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അമുസ്ലിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ ഇവനെപ്പോലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട ആ ജിഹാദി ഡോക്ടറെ പോലെയോ ഉള്ളവരുണ്ടെങ്കിൽ അവരിൽ നിന്നും സുരക്ഷിതമായ സാമൂഹിക അകലം പാലിക്കുക. കാരണം അവരൊന്നും കേരള സമൂഹത്തിന് യോജിച്ചവരല്ല, ഇവിടെ ജീവിക്കാൻ കൊള്ളാവുന്നവരേ അല്ല അവർ. പാകിസ്ഥാനെ ന്യായീകരിക്കാൻ വേണ്ടി എന്ത് വൃത്തികേടുകൾ കാണിക്കാനും ഒരു മടിയും ഇല്ലാത്തവരാണവർ. അവരെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ നാളെ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഇന്ന് സ്വീഡനും നോർവേയും ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനുമെല്ലാം ദുഃഖിക്കുന്നത് പോലെ കേരളീയരും ദുഃഖിക്കേണ്ടി വരും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നമ്മളെല്ലാവരെയും ഈ കൊറോണ കാലത്ത് കർത്താവായ യേശുക്രിസ്തു കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ അതിപരിശുദ്ധമായ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.